സ്ക്രീന് കാണാല്ലേ? ആ. അപ്പൊ എന്താണ്, ചെറിയ ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, 2 ക്ലാസ് കൊണ്ട് കഴിയും, അത്രയും ചെറിയ ചാപ്റ്റർ ആണ്. ശരിക്കും ഇത് എന്താ പറയാ, നമുക്ക് ഒരാള് പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല, നമുക്ക് വായിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ ഫസ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ ഇന്ന് ലിവിങ് വേൾഡ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് ബാക്കിൽ കഴി എപ്പോ പോയാലും ഞങ്ങൾക്ക് ഫസ്റ്റ്, ഇപ്പോ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോഴും റീ റിപ്പീറ്റ് ചെയ്തപ്പോഴൊക്കെ ഫസ്റ്റ് സാർ വന്ന് എടുക്കുന്ന ചാപ്റ്റർ ഏതായിരിക്കും? ലിവിങ് വേൾഡ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു എന്താ പറയാ, എൻ സി ആർ ടിയിൽ ഇത് തുടങ്ങണ കുറച്ച് ഭാഗം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എന്താണ് നമ്മളടുത്ത് ചോദിക്കുകയാണ്, എന്താണ് എന്താണ് നമ്മൾ ലീവ് ചെയ്യണ വേൾഡ്, അതാണല്ലോ ലിവിങ് വേൾഡ് ബേസിക്കലി. അത് എന്ത് ബ്യൂട്ടിഫുൾ ആണ്. കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്: കോൾഡ് മൗണ്ടെയിൻസ്, ഡെസിഡിയസ് ഫോറസ്റ്റ്, ഓഷ്യൻ, ഫ്രഷ് വാട്ടർ, എന്താ പറയാ, ദ ബ്യൂട്ടി ഓഫ് ഗാലപ്പിംഗ് ഹോഴ്സ്, മൈഗ്രേറ്റിംഗ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, ഒരു കോമഡി എന്ന് വെച്ചപ്പോ കുറെ ദിവസം ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പൊ കുറെ ദിവസം ഉഴപ്പിയിട്ട് പഠിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് പാരഗ്രാഫ് അന്നൊക്കെ ഭയങ്കര ഓർമ്മയേനു. കാണാപ്പാട് പഠിച്ച പോലെ ഇന്ന് ഫസ്റ്റ് പാരഗ്രാഫ്. കാരണം എപ്പോ ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പഠിക്കണം എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു ചാപ്റ്റർ ലിവിങ് വേൾഡ്. അപ്പൊ അത്രയും സിമ്പിൾ ചാപ്റ്റർ ആണ്, അത്രയും എന്താ പറയാ, കുഞ്ഞു ചാപ്റ്റർ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോ എന്താണ്, നിങ്ങളെ എൻ സി ആർ ടി സ്റ്റാർട്ട് ചെയ്യണ എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൗ വണ്ടർഫുൾ ഇസ് ദ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് നമ്മളിപ്പോ നമ്മുടെ ചുറ്റും നോക്കി നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് എന്താ കാണാൻ പറ്റും? ഓർഗാനിസത്തിന് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു റൂമിലാണ് ഇരിക്കുന്നത്, നിങ്ങളൊക്കെ ഒരു റൂമിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ റൂമിൽ നോക്കി നമുക്ക് കുഞ്ഞു കുഞ്ഞു ഓർഗാനിസത്തിന് കാണാൻ പറ്റും. മേ ബി ഇപ്പൊ ഒരു ലിസാർഡ്, അല്ലെങ്കിൽ ഒരു പല്ലി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പൈഡർ എട്ടുകാലുണ്ടാവും. കുഞ്ഞു കുഞ്ഞു ഇതിനെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയിരിക്കും. അതേപോലെ നമ്മൾ വീട് നോക്കുകയാണെങ്കിൽ, നമ്മൾ വീടിന്റെ ചുറ്റും നമ്മൾ പുറത്തിറങ്ങി നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ വീട്ടില് എന്താ പറയുക, ഡൊമസ്റ്റിക് ആനിമൽസിനെ വളർത്തുന്നവർക്കാണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ എന്താണ്, ഗോട്ട് ഉണ്ടാവും, അതേപോലെ കൗ ഉണ്ടാവും, അതേപോലെ പിന്നെ എന്താ പറയാ, ചെറിയ ചെറിയ ഗ്രാസ് ഹോപ്പേഴ്സിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ എടുക്കണ ഈ ഒരു റേഞ്ച് കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമുക്ക് എന്താ കാണാൻ പറ്റുക, ഒരുപാട് ടൈപ്പ് ഓർഗാനിസത്തിനെ കാണാൻ പറ്റും. അതിപ്പോ എവിടെ ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു വീട്ടിലോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളൊരു വീടോ ചുറ്റുപാടോ അല്ലാതെ നമ്മളൊരു കോൾഡ് മൗണ്ടെയിൻ എടുക്കുകയാണെങ്കിലും, ഡെസിഡിയസ് ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിലും, ഓഷ്യനിലായാലും ഫ്രഷ് വാട്ടറിലായാലും ഈവൻ ഡെസേർട്ടിലായാലും, എത്ര തണുപ്പുള്ള എൻവയോൺമെന്റിലായാലും എത്ര ചൂടുള്ള എൻവയോൺമെന്റിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ടൈപ്പ് ഓർഗാനിസത്തിനെ കാണാൻ പറ്റും. അത്രയും ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് നമ്മളുടെ ഈ വേൾഡിൽ ഉണ്ടെന്നാണ് എന്ത് പറയണത്, ആ ഒരു പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിന്റെ ലാസ്റ്റ് നമ്മളെടുത്ത് എൻ സി ആർ ടി 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, വാട്ട് ഇസ് ലിവിങ് ആസ് കമ്പയർഡ് ടു നോൺ ലിവിങ്? അതായത് ലിവിങ്ങും നോൺ ലിവിങ് തിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു സാധനം ഇതൊരു ലിവിങ് തിങ് ആണ്, അല്ലെങ്കിൽ ഇതൊരു നോൺ ലിവിങ് തിങ് ആണെന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണ്? എന്തിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ എന്ത് ഫീച്ചേഴ്സിന്റെ ബേസിലാണ് നമ്മളൊരു സംഭവത്തിന് ജീവനുണ്ട് അല്ലെങ്കിൽ ഇതിന് ജീവനില്ല എന്ന് പറയുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് പേർപ്പസ് ഓഫ് ലിവിങ് എന്താണെന്നാണ്. വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫ്? ലൈഫിന്റെ പേർപ്പസ് എന്താണെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഒരു ആസ്പയറിങ് എന്താ പറയാ, ആസ്പയറിങ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു അപ്കമിങ് സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. അത് കുറച്ചും കൂടി ഫിലോസഫിക്കൽ ആണ്. എന്ത് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത്, ലൈക്ക് അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്ത് ചെയ്യും, അത് മാറും. പക്ഷെ വാട്ട് ഇസ് ലിവിങ് ആസ് കമ്പയർഡ് ടു നോൺ ലിവിങ് എന്നുള്ളതിന് എന്താണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ആൻസർ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഡെഫിനറ്റ് ഫീച്ചേഴ്സേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ലിവിങ്ങിനെയും നോൺ ലിവിങ്ങിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പൊ എനിക്കൊരു ഒപ്പീനിയനും നിങ്ങൾക്കൊരു ഒപ്പീനിയനും ആവരുത്. എല്ലാവർക്കും എന്താണ്, സെയിം ഒരു ഒപ്പീനിയൻ, ഒരു സർട്ടൺ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സർട്ടൺ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിവിങ്ങും നോൺ ലിവിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഇസ് ലിവിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ആക്ച്വലി വായിക്കണം. നമ്മൾ ഓരോ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോഴും എന്താണ്, ഓരോ സയന്റിസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങളെ എൻ സി ആർ ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആണ്, +1 എൻ സി ആർ ടി ബുക്കിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് എന്ത്, ലിവിങ് വേൾഡ്. അപ്പൊ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് മേയർ. ഏണസ്റ്റ് മേയർ ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്താന്ന് വെച്ചാല് അറിയോ?
ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി എന്നാണ് ആരറിയപ്പെടുന്നത്? ഏണസ്റ്റ് മേയർ അറിയപ്പെടുന്നത്. എന്താണ്? ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി എന്നാണ് എന്ത്? ഏണസ്റ്റ് മേയർ അറിയപ്പെടുന്നത്. അപ്പൊ ഏണസ്റ്റ് മേയറിന്റെ ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും, ക്ലാസ്സിൽ തന്നെ പറയും. ഇദ്ദേഹം എന്താണ്, നമ്മൾ കറന്റ്ലി ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് ബയോളജിക്കൽ സ്പീഷീസിന്റെ കറന്റ്ലി ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? ഏണസ്റ്റ് മേയർ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. സ്പീഷീസ് അക്കോർഡിംഗ് ടു ഏണസ്റ്റ് മേയർ എന്താണ്? ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാല് ഒന്ന് പറയുന്നത് എന്താണ്? ദേ ഹാവ് ടു ബി എന്താണ്? റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കണം. റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കണം. പിന്നെന്താണ്? ക്യാൻ ഇന്റർബ്രീഡ്. അവര് തമ്മിൽ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡ് ചെയ്യാൻ പറ്റണം. ബ്രീഡ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഗീവ് റൈസ് ടു എന്താണ്? ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് കറന്റ്ലി ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് ബയോളജിക്കൽ സ്പീഷീസ്. ഏണസ്റ്റ് മേയർ പ്രപ്പോസ് ചെയ്ത അല്ലെങ്കിൽ ഏണസ്റ്റ് മേയർ പറഞ്ഞ കറന്റ്ലി ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് സ്പീഷീസ് ഇതാണ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഏണസ്റ്റ് മേയർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഓർഗാനിസംസ് ആയിരിക്കണം. റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഉണ്ട്, ഹ്യൂമൻസ് ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റൂല? അങ്ങോട്ടും ഇങ്ങോട്ടും മേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇല്ലല്ലോ. മങ്കീസിനേറ്റ് മേറ്റ് ചെയ്യണം, ഹ്യൂമൻസിനേറ്റ് മേറ്റ് ചെയ്യണം. അതാണ് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ദേ ക്യാൻ ഇന്റർബ്രീഡ്. അപ്പോൾ ഹ്യൂമൻസ് ഒരു സ്പീഷീസ് ആണ്, മങ്കീസ് ഒരു സ്പീഷീസ് ആണ്, അല്ലെ? അപ്പോൾ ഈ മങ്കീസിനേറ്റ് മേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹ്യൂമൻസിന് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? മേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്റർബ്രീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇന്റർബ്രീഡ് ചെയ്താൽ മാത്രം പോരാ, ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യണം? ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്ങിന്. ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു മങ്കിയും കൂടി മേറ്റ് ചെയ്തിട്ട് ഒരു ബേബി മങ്കി ഉണ്ടായി. ആ ബേബി മങ്കി എന്ത് ചെയ്യണം? ഫെർട്ടൈൽ ആയിരിക്കണം. ഓക്കെ, അത് ഇൻഫെർട്ടൈൽ ആണെങ്കിൽ എന്താണ്? ലൈക് ദർ മേ ബി കേസസ്, ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിലും ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. എല്ലാവരും എന്തായിരിക്കില്ല? ഫെർട്ടൈൽ ആയിരിക്കില്ല. അത് ചിലപ്പോൾ ഫിസിയോളജിക്കൽ റീസൺ അല്ലെങ്കിൽ ഫിസിക്കൽ റീസൺ കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. അതല്ലാതെ ആസ് എ മൊത്തം ഒരു ഇത് നോക്കുമ്പോൾ ഒരു ഹ്യൂമൻ മേറ്റ് ചെയ്തുണ്ടാവുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്ന കുട്ടിയും എന്തായിരിക്കണം? ഫെർട്ടൈൽ ആയിരിക്കണം. അതാണ് ഹാവ് ടു ഗീവ് റൈസ് ടു എന്താണ്? ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞു എന്നുള്ളൂ. ഈ സ്പീഷീസ് എന്താണ്, ജീനസ് എന്താണ്, അല്ലെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ അപ്കമിങ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയ എന്താണ്? വാട്ട് ഈസ് ലിവിങ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഇതൊരു ലിവിങ് ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ഇതൊരു നോൺ ലിവിങ് ഓർഗാനിസം ആണ് എന്ന് പറയുകയാണെങ്കിൽ സർട്ടൻ കാര്യങ്ങൾ, കുറെ ഫീച്ചേഴ്സ് ലിവിങ്ങിന് ഉണ്ടാവണം. ആ ഫീച്ചേഴ്സ് എവിടെ ഉണ്ടാവാൻ പാടില്ല? നോൺ ലിവിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ആ ഫീച്ചേഴ്സിന് നമ്മൾ എന്ത് പറയും? ഡിഫൈനിങ് ഫീച്ചേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയും. ഡിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോ അത് രണ്ടിനും ഒരുപോലെ ഉണ്ടെങ്കിൽ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇത് ലിവിങ് ആണ്, ഇത് നോൺ ലിവിങ് ആണെന്ന് പറയണമെങ്കിൽ ലിവിങ്ങിനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എന്തിനില്ല? നോൺ ലിവിങ്ങിനില്ല. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യണത്. ആക്ച്വലി ഇത് നിങ്ങൾ NCERT ഞാൻ പറഞ്ഞ പോലെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞ കുറച്ച് പോർഷനിൽ പെട്ടതാണ്. ബട്ട് എന്നിരുന്നാൽ കൂടി എന്താണ്, നമുക്ക് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോവാ. കാരണം ഇൻ കേസ് എന്താണ് ക്വസ്റ്റ്യൻസ് വന്ന നാളെ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോ ലിവിങ്ങിനെയും നോൺ ലിവിങ്ങിനെയും എന്താ പറയാ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഇസ് ലിവിങ്, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെ കുറച്ച് ഫീച്ചേഴ്സ് പറയാൻ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ ഫീച്ചേഴ്സ് പറയും? ഗ്രോത്ത്, ഒരു മിനിറ്റ്.
വാട്ട് ഈസ് ലിവിങ്? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ എന്തായിരിക്കും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കും. അപ്പൊ പറ എന്തൊക്കെയായിരിക്കും ഡിഫൈനിങ് പ്രോപ്പർട്ടി? ഒന്ന് പറഞ്ഞ് ഗ്രോത്ത്, ലിവിങ് ഓർഗാനിസം ഗ്രോ ചെയ്യും നമുക്ക് പറയാം. പിന്നെന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലിവിങ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നോൺ ലിവിങ്ങിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അതാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കണം. അതായത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു പോണേ ഉള്ളൂ. ഇതൊക്കെ ഡിഫൈനിങ് ആണോ അല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ആണോ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അപ്പൊ ഗ്രോത്ത് പറഞ്ഞ്, റീപ്രൊഡക്ഷൻ പറഞ്ഞ്, പിന്നെ ഒരു പ്രോപ്പർട്ടി ഏതാന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഹാപ്പനിങ് ഇൻ അവർ ബോഡി എന്നാ പറയാം. അപ്പൊ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റബോളിസം ക്യാൻ ബി എന്തൊക്കെ ആവാം? കാറ്റബോളിസം ആണ്. അപ്പൊ കാറ്റബോളിസം ആവാം, അനബോളിസം. ഇതിന്റെ ഒരു കമ്പൈൻഡ് സമ്മാണ് എന്ത്? മെറ്റബോളിസം. അതായത് കാറ്റബോളിക് റിയാക്ഷൻസും നടക്കുന്നുണ്ട്, അനബോളിക് റിയാക്ഷൻസും നടക്കുന്നുണ്ട്. നമ്മളെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കാറ്റബോളിക് റിയാക്ഷൻസും എല്ലാ അനബോളിക് റിയാക്ഷൻസും ടോട്ടലി നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മെറ്റബോളിസം എന്നുള്ളത്. പിന്നെ ഒരു ഡിഫൈനിങ് ഫീച്ചർ എന്താന്ന് ചോദിച്ചാല് കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയോ? കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിയൊരു ബോധം. നമ്മളെ പറ്റിയെന്ന് പറയുമ്പോൾ അത് സെൽഫ് കോൺഷ്യസ്നെസ് ആവും. സെൽഫ് കോൺഷ്യസ്നെസ് ആക്ച്വലി എന്താണ്? ഹ്യൂമൻസിൽ മാത്രം കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ട് ചുറ്റിലും എന്തൊക്കെയാ നടക്കുന്നത്. നമ്മൾ ഓറിയന്റഡ് ആണ്. നമ്മളിപ്പോ എവിടെ ഇരിക്കണം, എന്താ നടക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓറിയന്റഡ് ആണ്. അതിനാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഉം. പിന്നെന്താണ്? അവ- പറയ്. അവബോധം. കേട്ടില്ല. അവബോധം എന്നല്ല പറയാ. ഓക്കെ, മലയാളത്തിൽ അങ്ങനെയും പറയാം. പിന്നെ അടുത്തതൊന്നായിട്ട് നമുക്ക് പറയാം എന്ത്? സെല്ലുലാർ ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോൾ ഈ 5 ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, കോൺഷ്യസ്നെസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ, ഈ 5 സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നിങ്ങളെ NCERT ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യണത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഗ്രോത്ത് എന്ന് തുടങ്ങാം. ഫസ്റ്റ് ഏതാണ്? ഗ്രോത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഗ്രോത്ത് ഒരു ലിവിങ്ങിലാണ് കാണുന്നത്, നോൺ ലിവിങ്ങിൽ കാണുന്നില്ല. അപ്പൊ മേ ബി ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആവാം നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കാം ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ അല്ലേ എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഓൾ ലിവിങ് ഓർഗാനിസംസ് എന്താണ്? ഗ്രോ ചെയ്യും അല്ലെ? എല്ലാ ലിവിങ് ഓർഗാനിസംസും ഗ്രോ ചെയ്യും. ഓൾ ലിവിങ് ഓർഗാനിസംസ് എന്താണ്? ഗ്രോ ചെയ്യും. പിന്നെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. അതായത് ഇപ്പൊ നമ്മള് ചെറിയ കുട്ടിയായി, നമ്മൾ 1 വയസ്സായി, 5 വയസ്സായി, 10 വയസ്സായി, 15ആയി, 20ആയി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 20 വയസ്സായ കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചൊരു 15 വയസ്സായ കുട്ടിയോ അല്ലെങ്കിൽ ഒരു 10 വയസ്സായ കുട്ടിയോ തിരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഹ്യൂമൻസിന്റെ കേസിൽ എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ഹ്യൂമൻസിന്റെ അല്ല, ലിവിങ് ഓർഗാനിസത്തിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. ഒരിക്കൽ അത് നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് അതിലോട്ട് തന്നെ പോവാൻ പറ്റില്ല. പിന്നെന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മേ ബി ഇൻക്രീസ് ഇൻ മാസ്, ഒന്നെങ്കിൽ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് എന്താണ്? ഇൻക്രീസ് ഇൻ നമ്പർ. മാസ് കൂടുക അല്ലെങ്കിൽ നമ്പർ കൂടുക നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രോത്ത് ആന്ന് പറയാൻ പറ്റും അല്ലെ? ഇപ്പൊ ഇന്നിന്റെ വെയിറ്റ് ഒരു 65 kg ആന്ന് വിചാരിക്കുക. ഒരു 1 മന്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതൊരു 66 അല്ലെങ്കിൽ 67 kg. അപ്പൊ ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ട്. എന്റെ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിലപ്പോ എന്താ പറയാ, അവളെ വെയിറ്റ് കൂടിയതാണ്. അപ്പോൾ ഗ്രോത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വെയിറ്റ് ഡെവലപ്മെന്റ്. അപ്പൊ അതെന്താണ്? അത് ഗ്രോത്ത് ആണ്. പിന്നെന്താണ്?
നമ്മളെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് എന്ന് പറയും. എക്സ്റ്റേണലി അല്ല. നമ്മളെ ഗ്രോത്ത് എന്താണ്? ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ആണ്. നമുക്ക് അകത്താണ് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ആണ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്? ലിവിങ് ഓർഗാനിസത്തിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നോൺ ലിവിങ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് നടക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ നോക്കണം. എവിടെ? നോൺ ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് നടക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ നോക്കണം. മിസ്സേ, പറയും. ഇൻക്രീസ് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഇൻക്രീസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഹ്യൂമൻസിന്റെ കേസിലല്ല. ഇപ്പോൾ ഒരു ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുമ്പോൾ ഒരു പെട്രി ഡിഷിൽ ഇട്ടിട്ടാണ്, ഇവിടെ ഞാൻ വരയ്ക്കാം. ഇതൊരു പെട്രി ഡിഷാണ്. ഇവിടെ നമ്മൾ ഒരു ബാക്ടീരിയനെ, ഒരു 2 ബാക്ടീരിയനെ നമ്മൾ കൾച്ചർ ചെയ്യാനിട്ട് അതിൻ്റെ ആംബിയൻറ്റ് കണ്ടീഷനും കാര്യങ്ങളും ഒരു ന്യൂട്രിയൻ മീഡിയവും അഗാറൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മളതിനെ കൾച്ചറിന് ഇട്ടിട്ടാണ്. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യും? നമ്പർ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ കൂടിയിട്ടുണ്ടാവും, ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ അതും ഒരു ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ടീരിയ ഗ്രോ ചെയ്യണത് എങ്ങനെയാണ്? അവരെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം എന്താണ്? ഗ്രോ ചെയ്യാണ്. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ഗ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഒരു യൂണിസെല്ലുലാർ ഉണ്ടാവും, പിന്നെ അതിൽ നിന്ന് ഒരു യൂണിസെല്ലുലാർ ഉണ്ടാവും. അങ്ങനെ 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 എന്ത് ചെയ്യും? ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത്? ഇൻക്രീസ് ഇൻ നമ്പർ. ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻക്രീസ് ഇൻ നമ്പർ ആണ് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതേപോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ഇൻ നമ്പർ. സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ബാക്ടീരിയന്റെ കൾച്ചർ ആണ്. എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവർ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത്? അവിടെ ഗ്രോത്ത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവണം. നമ്മൾ തുടക്കത്തിൽ കൾച്ചർ ചെയ്യുമ്പോഴുള്ള ഒരു amount ഓഫ് ബാക്ടീരിയ അല്ല നമ്മളൊരു 2-3 അവേഴ്സ് കഴിഞ്ഞ് വന്നിട്ട് നോക്കുമ്പോഴുള്ളത്. അതിന്റെ amount എത്രയോ കൂടിയിട്ടുണ്ട്. അപ്പൊ അവരവിടെ ഗ്രോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്രോ ചെയ്തിട്ടുള്ളത്? അവരെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടാണ് അവർ ഗ്രോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ അപ്പൊ നമ്മൾ നോൺ ലിവിങ് ഓർഗാനിസത്തിന് നോക്കണം. നോൺ ലിവിങ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയെന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളെ ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സാൻഡ് ഡ്യൂൺ ആണ്. സാൻഡ് ഡ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തുണ്ടാവും? മണലിന്റെ ഇങ്ങനെ മണലിങ്ങനെ മണലിന്റെ കൂമ്പാരം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ പിന്നെ ഇങ്ങനെ കാറ്റടിച്ച് 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 കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കുറച്ചും കൂടി ഹൈറ്റിൽ ഇങ്ങനെ വരും. ഉം. ഇതിങ്ങനെ കുറച്ചും കൂടി ഹൈറ്റിൽ വരും. മേ ബി ഇതിങ്ങനെ കുറച്ചും കൂടി ഹൈറ്റിൽ വരും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ട, ഇതിനിവിടെ ഒരു ഗ്രോത്ത് നടന്നു ഇല്ലേ? ഇത് ഈ സാൻഡ്യൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈഫില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ അതിനും എന്താണ്? ഒരു ഗ്രോത്ത് നടന്നു. പുറത്തുനിന്ന് പാർട്ടിക്കിൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വിൻഡ് വഴി കുറച്ചും കൂടി മണൽത്തരി വന്നിട്ട് ഈ ഉള്ള സാൻഡ്യൂണിന്റെ മേലെ വന്നിട്ട് എന്ത് ചെയ്ത്? അത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത്. അപ്പൊ അതും എന്താണ്? ഗ്രോത്ത് ആണ്. അപ്പൊ നോൺ ലിവിങ്ങിലും എന്ത് നടക്കുന്നുണ്ട്? ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. സാൻഡ്യൂൺ നിങ്ങളെ ഇതിൽ എക്സാമ്പിൾ തന്നുകൊണ്ടാണ് ഞാൻ സാൻഡ്യൂൺ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സാൻഡ്യൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവര് ഗ്രോ? ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ കേസിലാണെങ്കിൽ എന്താണ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്റേണൽ പ്രോപ്പർട്ടിയാണ്. ഇവർക്ക് പുറത്താണ് വന്നിട്ട് ഈ മണൽത്തരികൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് എന്ത്? അവർക്ക് ഗ്രോത്ത് നടക്കുന്നത്. അപ്പൊ ഇനി ഒരു കാറ്റത്താണ് ഇപ്പൊ കുറച്ച് മണൽ വന്നത്, ഇതിന്റെ മേലെ അക്യുമുലേറ്റ് ചെയ്ത് ഇതിനൊരു ഗ്രോത്ത് വന്നത്. അടുത്ത കാറ്റിന് ഇതൊക്കെ തിരിച്ചു പോയി ഇത് പഴയ സൈസായി വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഗ്രോത്ത് എന്താന്ന് പറയാൻ പറ്റും? തിരിച്ച റിവേഴ്സിബിൾ ആണ് അല്ലെ? നമ്മൾ ഹ്യൂമൻസിന്റെ കേസിൽ ഇറിവേഴ്സിബിൾ ആണ്. ഞാൻ പറഞ്ഞു 20 ഇയേഴ്സ് ആയ കുട്ടിക്ക് ഒരിക്കലും എന്താവാൻ പറ്റില്ല? തിരിച്ച് 10 ഇയേഴ്സിലേക്ക് പോകാൻ പറ്റൂല. പക്ഷെ ഈ മണലിന് എന്ത്, അല്ലെങ്കിൽ ഈ നോൺ ലിവിങ് ആയിട്ടുള്ള സംഭവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും?
പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ പോകാൻ പറ്റും, മേ ബി പോകാൻ പറ്റും. അപ്പൊ എന്താണ് അവരുടെ ഗ്രോത്ത് എന്താണ്, റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ലിവിങ്ങിലും കണ്ട് നോൺ ലിവിങ്ങിലും കണ്ട്. അപ്പോൾ ലിവിങ്ങിൽ മാത്രം കാണുന്ന ഒരു പ്രോപ്പർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് ഇസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഗ്രോത്ത് എന്തല്ല, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ നോക്ക്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം നമ്മൾ പറഞ്ഞു അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്രീസ് ഇൻ മാസ് ആയിരിക്കും. മാസ് കൂടി, അപ്പൊ നമ്മളൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്, നമ്മളെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മാസ് കൂടിക്കൊണ്ടിരിക്കും. മാസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓർഗൻ ഡെവലപ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോൺ ഡെവലപ്മെന്റ് ഉണ്ടാവും, കാര്യങ്ങൾ അങ്ങനെ. നമ്മൾ ഹൈറ്റ് കൂടും, വെയിറ്റ് കൂടും. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ മാസ് കൂടിക്കൊണ്ടിരിക്കണം. ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ബാക്ടീരിയൽ കൾച്ചർ എടുക്കുമ്പോൾ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ നമ്പർ ആണ് എന്ത് അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രല്ല അവിടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? അതിന്റെ കൂടെ എന്തും കൂടി നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇതൊരു അമീബയാണ് വിചാരിക്കുക, ഇത് ഇതിന്ന് രണ്ടെണ്ണം ഉണ്ടായി, ഇതിന്ന് വീണ്ടും എന്തുണ്ടായി? രണ്ടെണ്ണം ഉണ്ടായി. ഇപ്പൊ ഇവിടെ ഗ്രോത്ത് മാത്രമാണോ നടന്നുകൊണ്ടിരിക്കണേ? ഈ പ്രോസസ്സിന് എന്താ പറയാ? ഒരു അമീബന്ന് വേറൊരു അമീബ ഉണ്ടായി, അത് നമ്മൾ എന്ത് പറയും? എന്ത് പറയും? ഡിവിഷന് അതായത് ഈ ഒരു അമീബ, ഇതൊരു മദർ അമീബ വിചാരിക്കും, ഇതിന്ന് രണ്ട് ഡോട്ടർ അമീബ ഉണ്ടായി. അതെന്താണ്? മദറിന്ന് ഡോട്ടർ ഉണ്ടാവുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കും? ഓവ്- ഓട്ടോസിസോ എന്താണ്? ഓവർ തിങ്ക് ചെയ്യണ്ട, സിമ്പിൾ ആയിട്ട് പറയും, ഓഫ് സ്പ്രിങ് ആണ്. ഈ ഡോട്ടർ എന്ന് പറഞ്ഞ ഒരു ഓഫ് സ്പ്രിങ് ആണ്. ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കും? റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ അല്ലെ? അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷനും കൂടിയാണ്. മനസ്സിലായോ? അവര് നമ്പർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ മദർ അമീബന്ന് രണ്ട് ഡോട്ടർ അമീബ അല്ലെങ്കിൽ രണ്ട് ഡോട്ടർ സെൽ ഉണ്ടായി. ആ ഡോട്ടർ സെല്ലിന് വീണ്ടും ഡോട്ടർ സെൽ ഉണ്ടായി. അപ്പൊ അവിടെ റീപ്രൊഡക്ഷനും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രോത്ത് ആണ്, അതിന്റെ കൂടെ എന്താണ്? റീപ്രൊഡക്ഷനും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാ എന്താണ്? ഈ രണ്ട് സെന്റൻസ് ഇപ്പൊ നിങ്ങൾ ഈ ഭാഗം ഒമിറ്റ് ചെയ്ത് കളഞ്ഞോണ്ട് എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്നപ്പോ ചിലപ്പോ എന്താ പറയാ, അങ്ങനെ മറ്റേ അസോസിയേഷൻ റീസണിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിക്കുക. എപ്പോഴും ചോദിക്കണ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് ഇവിടെ എഴുതി തരാം. നിങ്ങൾ അതിൽ ഇല്ലെങ്കിൽ പോലും ഓർമ്മിച്ച് വെക്കുക, മറക്കരുത്. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്താണ്? ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി ഇൻക്ലൂസീവ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനോണിമസ് എന്നുള്ളൊരു മീനിങ് വരും. അതായത് ഗ്രോത്ത് തന്നെയാണ് അവിടെ എന്ത്? റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷൻ തന്നെയാണ് എന്ത്? അവരുടെ ഗ്രോത്ത്. ഓക്കെ, അതേപോലെ ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താണ്? ഇവിടെ ഇൻക്ലൂസീവ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? പറയ്. ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി എന്താണ്? ഇവിടെ ഇൻക്ലൂസീവ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? വെരി ഗുഡ്, എക്സ്ക്ലൂസീവ് ഈവൻസ്. ഓക്കെ, മറക്കരുത്, ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? യൂണിസെല്ലുലാർ ആണെങ്കിൽ ഇൻക്ലൂസീവ്, മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ എന്തായിരിക്കും? എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഈ ഒരു കാര്യങ്ങൾ മറക്കരുത്, ജസ്റ്റ് ഓർത്ത് വെക്കുക. നിങ്ങൾ അതിൽ ഇപ്പൊ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രോത്ത് നോക്കി, നമുക്ക് 4 ഫീച്ചേഴ്സും കൂടി നോക്കാണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? സോറി, രണ്ടാമത്തെ നമ്മൾ നോക്കാനുള്ളത് ഏതാണ്? റീപ്രൊഡക്ഷൻ.
അപ്പോൾ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യണം? റീപ്രൊഡ്യൂസ് ചെയ്യണം. ഒബ്വിയസ്ലി നമുക്കറിയാം, ഷുവർ ആയിട്ട് നമുക്കറിയാം എന്ത് ചെയ്യൂല, ഒരു നോൺ ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യൂല, റീപ്രൊഡ്യൂസ് ചെയ്യില്ല, നമുക്ക് ഉറപ്പാണ്. ഇപ്പം എൻ്റെ മുന്നിൽ ഇവിടെ ഒരു ബോട്ടിലുണ്ട് അല്ലെങ്കിൽ ഒരു ടംബ്ലർ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു 1 ഇയറോ 2 ഇയറോ എത്ര ഒരു 10 ഇയർ കഴിഞ്ഞ് നോക്കിയാലും ഇതിൻ്റെ അടിയിൽ വേറൊരു ടംബ്ലർ ഇരിക്കൂല, നമുക്ക് ഉറപ്പാണ് അല്ലേ? അതേപോലെ ഇപ്പോൾ നമ്മളൊരു കാറ് കാണുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ കാറ് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ വേറൊരു കാറ് വരില്ല. അപ്പൊ നോൺ ലിവിങ് ഓർഗാനിസം ത്തില് റീപ്രൊഡക്ഷൻ നടക്കൂല എന്ന് നമുക്ക് 100% എന്താണ്? ഉറപ്പാണ്. നോൺ ലിവിങ് ഓർഗാനിസംസിൽ എന്ത് നടക്കൂല? റീപ്രൊഡക്ഷൻ നടക്കൂല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസംസ്, എല്ലാ ലിവിങ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സംഭവം എന്താന്ന് വെച്ചാല്, മ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗാനിസം ഉണ്ട്. ഈ മ്യൂൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താന്ന് വെച്ചാല് മെയിൽ ഡോങ്കിയും അതേപോലെ മെയിൽ ഡോങ്കിനെ ഫീമെയിൽ ഹോസിനേറ്റ് എന്ത് ചെയ്യും? മെയ്റ്റ് ചെയ്യും. മെയിൽ ഡോങ്കിനെ ഫീമെയിൽ ഹോസിനേറ്റ് എന്ത് ചെയ്യും? മെയ്റ്റ് ചെയ്യും. ഒരു സെക്കൻഡ്. ഓക്കെ, മെയിൽ ഡോങ്കിനെ നമ്മൾ ഫീമെയിൽ ഹോസിനേറ്റ് മേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഓസ്പ്രിങ്ങിന്റെ പേരാണ് എന്ത്? മ്യൂൾ എന്ന് പറയുന്നത്. ഈ മ്യൂൾ എന്താണ്? ഇൻഫെർട്ടൈൽ ആണ്. ഈ മ്യൂൾ എന്താണ്? ഈ മ്യൂള് ഇൻഫെർട്ടൈൽ ആണ്. അപ്പൊ അത് ലിവിങ് ആണെങ്കിൽ കൂടെ അതെന്താണ്? ഇൻഫെർട്ടൈൽ ആണ്. ഓക്കെ, അതൊരെണ്ണം. ഇനി രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം വർക്കർ ബീസ് എന്ന് പറയും. ഇപ്പൊ ബി ഇല്ലേ, ബി, ഹണി ബീസ്. ഹണി ബീസിനെ എടുക്കുമ്പോൾ അവരേല് 3 എണ്ണം ഉണ്ട്. ഒന്ന് അവരേല് വർക്കർ ബീസ് ഉണ്ടാവും, പിന്നെ അവർക്കൊരു ക്വീൻ ഉണ്ടാവും. ഓക്കെ, അവർക്കൊരു ക്വീൻ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഡ്രോൺസ് ഉണ്ടാവും. ഈ വർക്കർ ബീസ് ഫീമെയിൽ ആണ്, ക്വീന് ഫീമെയിൽ ആണ്, ഡ്രോൺസ് ആണ് ഇവരിലെ മെയിൽ. വർക്കർ ബീസ് എന്താണ്? വർക്കർ ബീസ് ഇൻഫെർട്ടൈൽ ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കാൻ പറ്റൂല. ഈ ബീസിന്റെ ഒരു ഇത് നോക്കുമ്പോൾ ക്വീന് മാത്രമാണ് എന്ത് ചെയ്യുക? എഗ്സ് ലേ ചെയ്യണതും അടുത്ത എന്താ പറയുക ജനറേഷൻ ഉണ്ടാക്കുന്നതൊക്കെ ക്വീനാണ്. ഡ്രോൺസിനേറ്റ് മേറ്റ് ചെയ്തിട്ട് ക്വീനാണ് എന്ത് ചെയ്യുക? റീപ്രൊഡ്യൂസ് ചെയ്യുക. വർക്കർ ബീസ് എന്താണ്? എല്ലാ വർക്കർ ബീസും എന്താണ്? ഇൻഫെർട്ടൈൽ ആണ്. അവരുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ പോവുക, ഹണി കളക്ട് ചെയ്യുക, നെക്ടർ കളക്ട് ചെയ്യുക, ഹണി കളക്ട് ചെയ്യുക, കൊണ്ടുവരിക, സ്റ്റോർ ചെയ്യുകയൊക്കെയാണ് വർക്കർ ബീസിന്റെ പണി. അപ്പൊ ഒന്ന് വർക്കർ ബീസ് ലിവിങ് ആണ്, പക്ഷെ എന്താണ്? ഇൻഫെർട്ടൈൽ ആണ്. അപ്പൊ അതും എന്താണ്? അവിടെയും പാളിപ്പോയി അല്ലേ? പിന്നെ മൂന്നാമത് നോക്കുമ്പോൾ എന്താണ്? നമുക്ക് നോക്കാം, ഇൻഫെർട്ടൈൽ കപ്പിൾസ്. ഇൻഫെർട്ടൈൽ കപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മളൊരു കപ്പിളിനെ ഇൻഫെർട്ടൈൽ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ റീപ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഇൻഫെർട്ടിലിറ്റി? പറയ്. റീപ്രൊഡക്ഷൻ കഴിഞ്ഞില്ലേ? ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കഴിഞ്ഞില്ലേ? എത്ര കാലം, അതായത് ഒരു ഏത് പീരിയഡ് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടന്നാലാണ്, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടന്നിട്ടും എന്താ പറയാ കൺസീവ് ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ ഇൻഫെർട്ടൈൽ ആണെന്ന് പറയാം? 2 years. വെരി ഗുഡ്, 2 ഇയേഴ്സ്. ഞാൻ ചോദിച്ചെന്നുള്ളൂ, മറക്കരുത്. ഇൻഫെർട്ടിലിറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. എന്താണ്? ഈവൻ ആഫ്റ്റർ 2 ഇയേഴ്സ് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടന്നിട്ടും കൺസീവ് ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മളൊരു കപ്പിളിനെ എന്ത് വിളിക്കുക? ഇൻഫെർട്ടൈൽ കപ്പിൾ എന്ന് വിളിക്കുക. അപ്പൊ ഇൻഫെർട്ടൈൽ കപ്പിളിനും എന്ത് ചെയ്യാൻ പറ്റൂല? ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരും എന്താണ്? ഈ ഒരു തിയറിക്ക്, അല്ലെങ്കിൽ ഓൾ ലിവിങ് ഓർഗാനിസം ക്യാൻ റീപ്രൊഡ്യൂസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റീപ്രൊഡക്ഷനും എന്തല്ല? റീപ്രൊഡക്ഷൻ ഇസ് നോട്ട് എ
ഡിഫൈനിങ് പ്രോപ്പർട്ടി. അപ്പൊ റീപ്രൊഡക്ഷൻ വെച്ചിട്ടും ഗ്രോത്ത് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ലിവിങ് ഓർഗാനിസത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. ഇനി അടുത്തത് നമ്മൾ ഏതാ പറഞ്ഞത്? മൂന്നാമത്തത് നമ്മൾ ഏതാ പറഞ്ഞത്? മെറ്റബോളിസം അല്ലേ? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് എന്താണ്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ബോഡി. എന്താണ്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ബോഡി. ഓൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ കാറ്റബോളിക്കും വരും, എന്താണ്, ആനബോളിക് വരും. പിന്നെന്താന്ന് വെച്ചാല് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ലിവിങ് റിയാക്ഷൻസ് ആണ്. ഇൻസൈഡ് എവിടെയാണ്? ഒരു ലിവിങ് സിസ്റ്റം ആയിരിക്കണം. ഇൻസൈഡ് എ ലിവിങ് സിസ്റ്റം. ഒരു ലിവിങ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ലിവിങ് റിയാക്ഷനും കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റബോളിസം എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മള് പല ടൈപ്പ് മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ആവണ്. പ്രോട്ടീൻസ് ചിലപ്പോൾ എന്താ പറയുക, ഡൈജഷന്റെ പാർട്ടായിട്ട് തിരിച്ച് അമിനോ ആസിഡ് ആവണ്. കാറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, അനബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിലൊരു റിയാക്ഷൻ എടുത്തിട്ട് നമ്മൾ പുറത്ത് ഒരു ഒരു എൻവിയോൺമെന്റിൽ അതിലെല്ലാം പറ്റിയൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഔട്ട്സൈഡ് നമ്മളെ ബോഡിയിൽ നമ്മൾ ഈ മെറ്റബോളിക് റിയാക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റിയാക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ആ ടെസ്റ്റ് ട്യൂബ് എന്താണ്? ഒരു നോൺ ലിവിങ് തിങ് ആണ്. ഞാൻ ഇവിടെ പറഞ്ഞ് മെറ്റബോളിക് റിയാക്ഷൻസ് എന്താണ്? ദേ ആർ ലിവിങ് റിയാക്ഷൻസ് ഇൻസൈഡ് ലിവിങ് സിസ്റ്റം. ഒരു ലിവിങ് സിസ്റ്റം ആയിരിക്കണം. അപ്പൊ ടെസ്റ്റ് ട്യൂബ് എന്താണ്? ഒരു നോൺ ലിവിങ് സിസ്റ്റം ആണ്. അതിനുള്ളിലുള്ള റിയാക്ഷൻ ലിവിങ് ആണെങ്കിൽ പോലും ടെസ്റ്റ് ട്യൂബ് എന്താണ്? ഒരു നോൺ ലിവിങ് ആണ്. പിന്നെ അതല്ലാത്തൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ബോഡിയിൽ കുറേ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടൈപ്പ് റിയാക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും റിയാക്ഷൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത്, അതായത് നമ്മളെ ബോഡീന്റെ പുറത്ത് ഒരു ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ ഇത്രയും റിയാക്ഷൻസ് നമുക്ക് സൈമൾട്ടേനിയസ്ലി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ശരിക്കും എന്താ പറയാ, അക്ഷര തെറ്റാതെ കൺഫേം ആയിട്ട് പറയാ എന്താണ്? മെറ്റബോളിസം ഈസ് എ മെറ്റബോളിസം ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. വെരി ഗുഡ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഓക്കെ. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? മെറ്റബോളിസം നടക്കുള്ളൂ. മെറ്റബോളിസം ഇസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് എന്താണ്? ലിവിങ് ഓർഗാനിസം. അപ്പൊ മെറ്റബോളിസത്തിൽ നമ്മൾ തീരുമാനമാക്കി. അടുത്തത് എന്താണ്? നാലാമത്തെ നമ്മൾ എന്താ പറഞ്ഞേ? കോൺഷ്യസ്നെസ് അല്ലെ? കറക്റ്റ്. ഒരു നോൺ ലിവിങ് തിങ് ശരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്റെ മുന്നിൽ പല സംഭവങ്ങൾ, ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ടേബിൾ ഉണ്ട്, അതിന് പറഞ്ഞൊരു ടംബ്ലർ ഉണ്ട്, ഒരു കാലണ്ടർ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ എന്താണ്? ഇതൊക്കെ കോൺഷ്യസ് ആയിരിക്കും? ഒരിക്കലും ഇല്ല. അപ്പൊ ഈവൻ എന്റെ മുന്നിൽ ഒരു പോട്ടിൽ ഒരു കുഞ്ഞ് പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ് കോൺഷ്യസ് ആയിരിക്കോ? പ്ലാന്റ് ഒരു ലിവിങ് തിങ് ആണല്ലോ. പ്ലാന്റ് കോൺഷ്യസ് ആയിരിക്കോ? പറയ്. എന്തുകൊണ്ടാണ്? അതായത് പ്ലാന്റിന് വരുന്ന ലൈറ്റിനോടും പിന്നെന്താ പറയാ ഇതിനോടൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയാണ് ഫോട്ടോസിന്തസിസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആ ഒരു റെസ്പോൺസ് ഉള്ളത് എന്തുകൊണ്ടാണ്? ഒരു സോർട്ട് ഓഫ് കോൺഷ്യസ്നെസ് ആ പ്ലാന്റ് അല്ലെങ്കിൽ അതൊരു ലിവിങ് സിസ്റ്റത്തിൽ നടക്കണ ഒരു റെസ്പോൺസ്, കോൺഷ്യസ്നെസ് കൊണ്ട് വരുന്ന സംഭവമാണ് നമ്മൾ റെസ്പോൺസീവ്നെസ്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, കാര്യങ്ങൾ നടക്കുന്നതൊക്കെ അല്ലെ? അപ്പൊ പ്ലാന്റ് അനിമൽസിൽ മാത്രമല്ല, പ്ലാന്റ്സിലും അല്ലെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും എന്തുണ്ട്? ഈ റെസ്പോൺസീവ്നെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് എന്തിലില്ല? ഒരു നോൺ ലിവിങ് ഓർഗാനിസം ഒരിക്കലും ഓറിയന്റഡോ കോൺഷ്യസോ ഒന്നും ആയിരിക്കില്ല. അപ്പൊ അവിടെ നമുക്ക് പറയാം എന്ത്? ഇറ്റ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഇനി ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഹ്യൂമൻ
ഹ്യൂമൻസിൽ മാത്രം കാണുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അതെന്താണ്? സെൽഫ്. വെരി ഗുഡ്. സെൽഫ് കോൺഷ്യസ്നെസ്. നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള ഒരു ബോധത്തിനാണ് നമ്മൾ എന്ത് പറയാ? സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. അത് ആരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഹ്യൂമൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഹ്യൂമൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അനിമൽസ് ഒരിക്കലും സെൽഫ് കോൺഷ്യസ് ആവില്ല. അവർക്ക് എന്താണ്, എന്ത് നടന്നാലും എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. അവര് ചിലപ്പോൾ ഭയങ്കര ഇപ്പൊ നമ്മൾ സെൽഫ് കോൺഷ്യസ് ആയതുകൊണ്ട് നമ്മളെ കാര്യങ്ങളും ഒക്കെ ലൈക്ക് വെൽ ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കും. നമ്മള് എന്താ പറയാ, ഇപ്പോ നമ്മളെ മേത്ത് കുറച്ച് ചളിയായി അല്ലെങ്കിൽ കുറച്ച് ഡസ്റ്റ് ആയെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ക്ലീൻ ചെയ്യണം. നമുക്കറിയാം. മേ ബി അനിമൽസിന് അതറിയില്ല. അതാണ് സെൽഫായിട്ട് നമുക്ക് നമ്മളെ പറ്റിയ ഒരു ബോധം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഹ്യൂമൻസിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ 4ാമത്തെ നമ്മൾ പറഞ്ഞു കോൺഷ്യസ്നെസ്. 5ാമത്തത് എന്താണ് പറഞ്ഞ്? സെല്ലുലാർ ഓർഗനൈസേഷൻ അല്ലെ? സെല്ലുലാർ ഓർഗനൈസേഷൻ. ഞാനാണ് നിങ്ങൾക്ക് ചാപ്റ്റർ എടുത്തത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ അതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ട് എങ്ങനെയാണ് ഒരു സെല്ലിനുള്ളിൽ ഓരോ ഓർഗനൽസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ഓർഗനൽസിന്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കണ്ട് അല്ലെ? അപ്പോ പറയും, ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിൽ അങ്ങനെ ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ ഉണ്ടാവൂ? ഉണ്ടാവൂല. ഉണ്ടാവില്ല അല്ലെ? അപ്പോ സെല്ലുലാർ ഓർഗനൈസേഷനും എന്താണ്? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞ്? ഗ്രോത്ത് പറഞ്ഞ്, റീപ്രൊഡക്ഷൻ പറഞ്ഞ്, മെറ്റബോളിസം പറഞ്ഞ്, സെല്ലുലാർ ഓർഗനൈസേഷൻ പറഞ്ഞ്. ഇത് കൂടാതെ നമുക്ക് എന്തൊക്കെ പറയാ? ഹോമിയോസ്റ്റേസിസ് പറയാ, ഇവല്യൂഷൻ പറയാ. നമ്മുടെ ജസ്റ്റ് എഴുതണ്ട. 6ാമത്തതായിട്ട് ഹോമിയോസ്റ്റേസിസ്. ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഒരു ഇതില് ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഹോമിയോസ്റ്റേസിസ്? നിങ്ങൾക്ക് ഹോമിയോസ്റ്റേസിസ് കൊണ്ട് മനസ്സിലായത് എന്താണ്? കേട്ടിക്കണേ, പക്ഷെ എന്താ ഡെഫിനിഷൻ കിട്ടില്ല. ഓക്കെ. ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞാല് നമ്മളെ ബോഡി എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. പുറത്ത് ഇപ്പൊ എന്തൊക്കെ ചേഞ്ച് നടന്നാലും നമ്മളെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു സ്റ്റേബിൾ ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ? ഹോമിയോസ്റ്റേസിസ് എന്ന് പറയാം. ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് എന്താണ്, നമ്മളെ ബോഡി നമ്മളെ ഇന്റേണലി ഒരു എൻവയോൺമെന്റ്, സ്റ്റേബിൾ ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോവാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഇന്റേണലി നമ്മൾ കാര്യങ്ങളും ഇതൊക്കെ തണുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 ഡിഗ്രിയിൽ കീപ്പ് ചെയ്യണം. ബ്ലഡിനായാലും അല്ലെങ്കിൽ പല പല ചേഞ്ചസ് വരും അല്ലെ? pH കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുമ്പോൾ പ്രോട്ടീൻസിന്റെ കോയാഗുലേഷനും കാര്യങ്ങളും നിങ്ങൾ ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു കോൾഡിൽ പോകുമ്പോൾ പ്രോട്ടീന് വരുന്ന ചേഞ്ചും ഹോട്ടിൽ പോകുമ്പോൾ പ്രോട്ടീൻ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ നമ്മൾ ബോഡി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മളെ ബോഡി എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനാണ് നമ്മൾ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. അപ്പൊ പറയാം, ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിന് ഈ ഹോമിയോസ്റ്റേസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഹോമിയോസ്റ്റേസിസ് എന്താണ്? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ വരെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ, ഹോമിയോസ്റ്റേസിസിനെ പറ്റി പറയണില്ല. അതേപോലെ ഇവല്യൂഷൻ എവിടെ കാണുക? നമ്മള് ലിവിങ് ഓർഗാനിസത്തിലാണ് നമുക്ക് കാണാൻ അറിയാം. അതും എന്താണ്? ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്, മെറ്റബോളിസം ഉണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്, സെല്ലുലാർ ഓർഗനൈസേഷൻ, ഹോമിയോസ്റ്റേസിസ്, ഇവല്യൂഷൻ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ്.
ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് ഒമിറ്റ് ചെയ്ത പോർഷൻ എന്നാണ്. എന്നാൽ കൂടി ഇത് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാളെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. എന്താണ്? When we try to define living, we conventionally look for distinctive characters exhibited by living organism. Distinctive characters എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോൺ ലിവിങ് തിങ്ങിന്ന് ലിവിങ്ങിനെ മാറ്റി നിർത്തുന്ന, ലിവിങ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു certain ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിനാണ് ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെന്റൽ ആൻഡ് മൗണ്ട് എ സ്യൂട്ടബിൾ റെസ്പോൺസ് കം ടു അവർ മൈൻഡ് ഇമ്മീഡിയറ്റ്ലി ആസ് യുണീക് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസത്തിന് ഇപ്പം ഞങ്ങളോട് ചോദിച്ചു ലിവിങ് ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ സഡൻ ആയിട്ട് വന്ന റെസ്പോൺസ് എന്താണ്? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നൊക്കെയുള്ള ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ. അതേപോലെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം എന്താണ്? എബിലിറ്റി ടു സെൻസ് എൻവയോൺമെന്റ്, മൗണ്ട്, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പോൺസ് മൗണ്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഫീച്ചർ ആണെന്ന് നമുക്കറിയാം. One can add a few more features like metabolism, ability to self-replicate, self-organize, interact and emergence to this list. ഇതിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്യാൻ പറ്റും? മെറ്റബോളിസം ആഡ് ചെയ്യാൻ പറ്റും, എബിലിറ്റി ടു സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യണ്ടേ. പിന്നെന്താണ്? സെൽഫ് ഓർഗനൈസ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക, എമർജൻസ് ഒക്കെ എന്താണ്? ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം കാണുന്ന ചില ഫീച്ചേഴ്സ് ആണ് അല്ലെ. ലെറ്റ് us try to understand each of this. All living organisms grow. നമുക്കറിയാം എല്ലാ ലിവിങ് ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. പ്ലാന്റ്സ് ഗ്രോ ചെയ്യും, ആനിമൽസ് ഗ്രോ ചെയ്യും. ഇനി ഗ്രോത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. പ്ലാന്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. വരാസ് ആനിമൽസിന്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ലൈഫ് എത്തുമ്പോൾ എന്താണ്? അതുവരെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ഗ്രോ ചെയ്തുകൊണ്ട് പോകണില്ലല്ലോ. നമ്മുടെ ബോൺ ഡെവലപ്മെന്റ് ആയാലും മസിൽ ഡെവലപ്മെന്റ് ആയാലും ഒക്കെ ഒരു പെർട്ടിക്കുലർ സമയത്തും എന്ത് ചെയ്യും? നിൽക്കും. പ്ലാന്റിന്റെ കേസിൽ അതല്ല, അവർക്ക് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഗ്രോത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇല്ലാത്തതും ഉണ്ടെന്ന് എനിക്കറിയൂല, എന്നാലും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ എന്താണ്? ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഗ്രോസ് ബൈ സെൽ ഡിവിഷൻ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എങ്ങനെ ഗ്രോ ചെയ്യുക? സെൽ ഡിവിഷൻ വഴിയാണ് ഗ്രോ ചെയ്യുക. In plants, this growth by cell division occur continuously throughout their lifespan. ഞാൻ പറഞ്ഞു പ്ലാന്റ്സിന്റെ കേസിൽ അവരുടെ ഗ്രോത്ത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. In animals, this growth is in only up to a certain age. Okay. However, cell division occur in certain tissue to replace lost cells. Okay. നമ്മൾ പറഞ്ഞ് പ്ലാന്റ്സിൽ ആനിമൽസിൽ ഒരു certain ഏജ് വരെ ഉണ്ടാവും നമ്മൾ പറഞ്ഞ്. എന്നാൽ പോലും ഇപ്പോൾ ഒരു ഡാമേജ് ആയ ഒരു ടിഷ്യൂ ഉണ്ടായി വിചാരിക്കുക, അതിനെ റീപ്ലേസ് ചെയ്യാൻ എന്ത് ചെയ്യും? സെൽ ഡിവിഷൻ നടക്കും. ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഒരു സെല്ല് നശിച്ച പുതിയ സെല്ല് വരും ഇല്ലേ? അവിടെ ഒരു സെൽ ഡിവിഷൻ നടന്ന ഒരു പുതിയ സെല്ല് വരും. അപ്പോൾ അങ്ങനെ ഒരു സെൽ ഡിവിഷൻ നടക്കും. നമ്മളെ ഗ്രോത്ത് ഒരു certain ഏജ് വരെ ഉള്ളെങ്കിൽ പോലും അങ്ങനെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഉണ്ടായാൽ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ എന്തുണ്ടാവും? റീപ്ലേസ് ചെയ്യും. ഒരു പുതിയ സെല്ല് വെച്ച് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ സെൽ ഡിവിഷൻ നടക്കും. എന്താണോ നശിച്ചു പോയി. ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസം ഗ്രോ ബൈ സെൽ ഡിവിഷൻ. One can easily observe this in vitro culture by simply counting the number of cells under microscope. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ബാക്ടീരിയന്റെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മളൊരു പെട്രി ഡിഷിൽ അല്ലെങ്കിൽ ഒരു കൾച്ചർ പ്ലേറ്റിൽ നമ്മളൊരു ബാക്ടീരിയൻ എന്ത് ചെയ്യാണ്? കൾച്ചർ ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഇനീഷ്യൽ നമ്മളൊരു 1 or 2 ബാക്ടീരിയൻ ഇട്ട് അതിന് ആംബിയന്റ് എൻവയോൺമെന്റും അതിന് വേണ്ട ന്യൂട്രിയന്റും അഗാറും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്ത്, കൾച്ചർ മീഡിയ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കി നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇത് നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ ഒരു ഫസ്റ്റ് അവറിൽ ഈ 2 ആണെങ്കിൽ ഇപ്പൊ നെക്സ്റ്റ് ഒരു എന്താ പറയാ, അതിന്റെ സെൽ സൈക്കിൾ ടൈം അനുസരിച്ച് ഇപ്പൊ ഒരു 15 മിനിറ്റ്സ് ആണെങ്കിൽ നെക്സ്റ്റ് 15 മിനിറ്റ്സ് ചെയ്യുമ്പോൾ മൊത്തം 4 ആയിട്ടുണ്ടാവും അല്ലെ. അടുത്ത 15 മിനിറ്റ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ വീണ്ടും രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യും? സെൽ ഡിവിഷൻ വഴി ഉണ്ടാക്കും. അങ്ങനെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത്, നമുക്ക് സിംപ്ലി കൗണ്ട് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത്? യൂണിസെല്ലുലാർ ഓർഗാനിസം ഒരു കൾച്ചർ മീഡിയയിൽ വളരുന്നുണ്ട്. In majority of higher animals and plants, growth and reproduction are mutually
എന്താണ് എക്സ്ക്ലൂസീവ് ഈവൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞ് മൾട്ടി സെല്ലുലാർ, അതായത് മെജോറിറ്റി ഓഫ് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ മൾട്ടി സെല്ലുലാർ ആണെന്ന് നമുക്കറിയാം. അവരുടെ കേസിൽ എന്താണ് ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ് ആണ്. വൺ മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇൻക്രീസ് ഇൻ ബോഡി മാസ് ഇസ് കൺസിഡേർഡ് ആസ് ഗ്രോത്ത്. ഞാൻ പറഞ്ഞു ബോഡി മാസ് കൂടുന്നത് ഗ്രോത്ത് ആണ്. നോൺ ലിവിംഗ് ഒബ്ജക്റ്റ് ആൾസോ ഗ്രോ ഇഫ് വി ടേക്ക് ഇൻക്രീസ് ഇൻ ബോഡി മാസ് as criteria for growth. Mountains, boulders and sand mounds do grow, അല്ലെ? However, this kind of growth exhibited by non-living objects is by accumulation of material on the surface. In living organism, growth is from inside. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. നോൺ ലിവിംഗ് ഓർഗാനിസം ആണെങ്കിൽ എന്താണ് ഗ്രോത്ത് പുറത്തുനിന്നാണ് നടക്കുന്നത്, എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഗ്രോത്ത് ആണ്. വേറാസ് ഇൻ കേസ് ഓഫ് നമ്മളെ പോലെയുള്ള എന്താണ് ലിവിങ് ഓർഗാനിസം നോക്കുമ്പോൾ നമ്മളെ ഗ്രോത്ത് എവിടുന്നാണ്, ഇന്റേണലി അല്ലെങ്കിൽ ഇൻട്രൻസിക് ഗ്രോത്ത് ആണ്. അവരുടെ കേസിൽ അത് റിവേഴ്സിബിൾ ആണ്, നമ്മളുടെ കേസിൽ അത് എന്താണ് ഇറിവേഴ്സിബിൾ ആണ്. ഗ്രോത്ത് therefore cannot be taken as a defining property of living organism. കാരണം എന്താണ്, നോൺ ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. എക്സ്റ്റേണലി ആയാൽ കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. കണ്ടീഷൻ ഉണ്ട് വിച്ച് ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ നോൺ ലിവിങ് ഓർഗാനിസം ഹാവ് ടു ബി എക്സ്പ്ലെയിൻ ആൻഡ് ദെൻ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് സിസ്റ്റം. അതൊരു ക്യാരക്ടറാണ്, പക്ഷെ എന്തല്ല ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഒബ്വിയസ്ലി ഓഫ് കോഴ്സ് എന്താണ് ഗ്രോത്ത് ഒരു ക്യാരക്ടറാണ്. ലിവിങ് ഓർഗാനിസം ഗ്രോ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്തല്ല ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ലിവിങ്ങിൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ള പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയാ, ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാം. അല്ല നമ്മളിവിടെ കണ്ട് നോൺ ലിവിങ് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ക്ലിയർലി പറയുന്നുണ്ട്, എ ഡെഡ് ഓർഗാനിസം ഡസ് നോട്ട് ഗ്രോ. ഒരിക്കലും മരിച്ചുപോയ അല്ലെങ്കിൽ ചത്തുപോയ ഒരു ഓർഗാനിസം എന്ത് ചെയ്യില്ല, ഗ്രോ ചെയ്യില്ല. നമുക്കൊക്കെ അറിയാം, എന്താണ് കോമൺ സെൻസ് ആണ് അല്ലെ. പിന്നെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ റീപ്രൊഡക്ഷൻ ലൈക്ക്വൈസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം. അതും എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക് എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്തുകൊണ്ട് ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല ആയിട്ടില്ല എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് നോക്കാം. ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം റീപ്രൊഡക്ഷൻ refers to the production of progeny possessing features more or less similar to those of parents. അതിന്റെ ഡെഫിനിഷൻ invariably and implicitly we refer to sexual reproduction. Organism reproduced by asexual mean also. സെക്ഷലി മാത്രമല്ല അസെക്ഷലിയും എന്ത് നടക്കുന്നുണ്ട്, ഓർഗാനിസംസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫംഗൈ മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ഈസിലി ഡ്യൂ ടു ദ മില്യൺസ് ഓഫ് അസെക്ഷൽ സ്പോർസ് ദേ പ്രൊഡ്യൂസ്. ഫംഗൈ എങ്ങനെയാണ്, through millions of asexual spores they produce. In lower organism like yeast and hydra we observe എന്താണ് ബഡ്ഡിങ്. yeast and hydra എന്താണ് ബഡ്ഡിങ്. പ്ലാനേരിയയിൽ എന്താ നടക്കുന്നത്, പ്ലാനേരിയ ഒരു ഫ്ലാറ്റ് വർമ നമുക്കറിയാം. ട്രൂ റീജനറേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അവരുടെ ബോഡിയിൽ നിന്ന് ഒരു പാർട്ട് ഫ്രാഗ്മെന്റ് ആയി പോവും. ആ പാർട്ടിൽ നിന്ന് എന്തടക്കും, വീണ്ടും ഒരു പുതിയ പ്ലാനേരിയ ഓർഗാനിസം ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയാ, ട്രൂ റീജനറേഷൻ അല്ലെ. Fragmented organism regenerate the lost part of its body and become a new organism. The fungi, the filamentous algae and the protonym of moss all easily multiply by fragmentation. ഫംഗയിലും ഫിലമെന്റസ് ആൽഗയിലും പ്രോട്ടോണിമ ഓഫ് മോസസിലൊക്കെ എന്താ നടക്കുന്നത്, ഫ്രാഗ്മെന്റേഷൻ ആണ് നടക്കുന്നത്. ഞാൻ പഠിക്കുന്ന ടൈമിൽ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ലിവിങ് വേൾഡിൽ എന്നൊക്കെ എക്സാം ഇട്ടിരുന്നോ അന്നൊക്കെ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമായിരുന്നു. നിങ്ങൾക്ക് ഇത് ഒമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. ഇൻ കേസ് വന്നാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് പറഞ്ഞത്, ഫംഗൈ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, അസെക്ഷൽ സ്പോർസ് വഴി ഒരുപാട് അസെക്ഷൽ സ്പോർസ് ഉണ്ടാക്കും, അതുവഴിയാണ് ഫംഗൈ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഈസ്റ്റും ഹൈഡ്ര എന്താ നടക്കുന്നത്, ബഡ്ഡിങ് ആണ് നടക്കുന്നത്. പ്ലാനേരിയയിൽ ട്രൂ റീജനറേഷൻ ആണ് നടക്കുന്നത്. പിന്നെ 3 പറയുന്നുണ്ട്, ഫംഗൈ, ഫിലമെന്റസ് ആൽഗെ, പ്രോട്ടോണിമ ഓഫ് മോസസ് ഈസിലി മൾട്ടിപ്ലൈ ബൈ ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ഇനി when it comes to unicellular organisms like bacteria, unicellular algae or amoeba, reproduction is synonymous with growth. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ബാക്ടീരിയയുടെ എക്സാമ്പിൾ തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഒരു അമീബനെ വരച്ചിട്ട് പറഞ്ഞില്ലേ. അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ തന്നെയാണ് അല്ലെ. അവര് നമ്പർ കൂടുണ്ട്, അതായത് മദറിന്ന് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നുണ്ട്, അതാണ് റീപ്രൊഡക്ഷൻ. അവിടെ തന്നെയാണ് അവർക്ക് ഗ്രോത്ത് നടക്കുന്നത്. 1 എന്നുള്ളത് 2 ആയി അല്ലെ. അപ്പൊ അതെന്താണ്, ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്താണ്, സിനോണിമസ് ആണ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്
we have already defined growth as equivalent to increase in cell number or mass. അല്ലെ? Hence, we notice that in single-celled organisms, we are not very clear about the usage of these two terms. Growth, reproduction. നമുക്ക് വേറെ വേറെ ഉപയോഗിക്കാൻ പറ്റില്ല. അവർ റീപ്രൊഡക്ഷനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രോത്ത് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ അവർ ഗ്രോ ചെയ്യണത് എങ്ങനെയാണ്, റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടാണ് അല്ലെ. ഫർദർ ദർ ആർ മെനി ഓർഗാനിസംസ് വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ് അല്ലെ. അതുകൊണ്ടാണ് എന്ത് നമ്മൾ പറയുന്നത്, ഇതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്, ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയാനുള്ള റീസൺ ആക്ച്വലി ഡിസ്കസ് ചെയ്യണത് ഇവിടെയാണ്. എന്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസും ആ ഒരു ഫീച്ചർ കാണിക്കണം. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്, അത് കാണിക്കാത്ത കുറച്ച് ഓർഗാനിസത്തിന് എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല, ബട്ട് ദെൻ എന്താണ്, റീപ്രൊഡക്ഷൻ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പൊ ഏതൊക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂള്, സ്റ്റെറൈൽ വർക്ക് ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഹെൻസ് എന്താണ്, റീപ്രൊഡക്ഷൻ ആൾസോ കനോട്ട് ബി ആൻ ഓൾ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം. എന്തല്ല, ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഓഫ് കോഴ്സ് നോ നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഇസ് കേപ്പബിൾ ഓഫ് റീപ്രൊഡ്യൂസിങ് ഓർ റെപ്ലിക്കേറ്റിംഗ് ബൈ ഇറ്റ് സെൽഫ്. നമ്മൾ പറഞ്ഞ എന്താണ്, നോൺ ലിവിങ് ഓർഗാനിസത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യാനോ റെപ്ലിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ ലിവിങ് ഓർഗാനിസത്തിൽ തന്നെ എന്തില്ല, ചിലതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതൊക്കെയാണ്, മ്യൂൾസ്, വർക്കർ ബീസ്, അതേപോലെ ആരാണ്, ഇൻഫെർട്ടൈൽ കപ്പിൾസ്. അപ്പോൾ എന്താണ്, ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല, ബട്ട് എന്താണ്, ഒരു ക്യാരക്ടറാണ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടറാണ്. ഇനി മിസ്സേ, അനദർ പറയും. ഈ മ്യൂൾ എങ്ങനെ ഉണ്ടായി പറഞ്ഞ, മെയിൽ ഡോങ്കി ഫീമെയിൽ ഹോഴ്സോ? ഞാൻ നേരെ തിരിച്ചാണോ, ഹോസും ഡോങ്കിയാണ്. ആരാ മെയിൽ ആരാ ഫീമെയിൽ എന്നൊക്കെ ഓർമ്മയില്ല. ഞാൻ പഠിച്ചൊരു ഓർമ്മ വെച്ചാണ് പറഞ്ഞത് മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോസ് എന്ന്. അങ്ങനെ ഫീമെയിൽ തന്നെയാണ്. ഡോങ്കി അല്ലേ, മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോസ് അല്ലേ. എന്റെ അടുത്തൊരു നോട്ട് ഉണ്ടായില്ല അതേപോലെ തന്നെ. ഓക്കെ ഓക്കെ. അതായത് ഞാൻ ഇപ്പൊ ഇന്ന് പുതിയതായിട്ട് ഞാൻ റെഫർ ചെയ്തിട്ടൊന്നുമില്ല, അന്നത്തെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോസ് ബ്രീഡ് ചെയ്തിട്ടുണ്ടാവണതാണ് മ്യൂള്. ആ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഏതാണ്, മെറ്റബോളിസം. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കെമിക്കൽസ്. ദിസ് കെമിക്കൽസ്, സ്മോൾ ആൻഡ് ബിഗ്, ബിലോങ്ങിങ് ടു വേരിയസ് ക്ലാസസ്, സൈസസ്, ഫംഗ്ഷൻ എക്സെട്ര, ആർ കോൺസ്റ്റന്റ്ലി ബീങ് മെയ്ഡ് ആൻഡ് ചേഞ്ച്ഡ് ഇൻ ടു സം അതർ ബയോമോളിക്യൂൾസ്. ഇത് ഉണ്ടാക്കുന്നുണ്ട്, വേറെ ഫോംസ് ആക്കുന്നുണ്ട്, ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്, വേറെ ഫോംസ് ആക്കുന്നുണ്ട്, ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ദീസ് കൺവേർഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ് ഓർ മെറ്റബോളിക് റിയാക്ഷൻസ്. ഈ കൺവേർഷൻസ് നമ്മൾ എന്ത് വിളിക്കും, കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് റിയാക്ഷൻ. ദർ ആർ തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് അക്കറിങ് ഇൻ സൈമൾട്ടേനിയസ്ലി ഇൻസൈഡ് എ ലിവിങ് ഓർഗാനിസം. ഇതുപോലത്തെ ആയിരക്കണക്കിന് റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇവിടെ നടക്കുന്നുണ്ട്, ഇൻസൈഡ് ലിവിങ് ഓർഗാനിസം, നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പോ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ നോക്കണം. യൂണിസെല്ലുലാർ ആയാലും മൾട്ടി സെല്ലുലാർ ആയാലും എന്ത് നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ. ഓൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗൈ ആൻഡ് മൈക്രോബ്സ് എക്സിബിറ്റ് മെറ്റബോളിസം. ഈ പ്ലാന്റ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, ഫംഗൈ ആയിക്കോട്ടെ, മൈക്രോബ് ആയിക്കോട്ടെ, എല്ലാത്തിനുള്ളിൽ എന്ത് നടക്കുന്നുണ്ട്, മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. മെറ്റബോളിക് റിയാക്ഷൻസ് നടന്നാലേ നമ്മളെ സിസ്റ്റത്തിന് അങ്ങനെ വെക്കുള്ളൂ. The sum total of all the chemical reactions occurring in our body is metabolism. ഞാൻ പറഞ്ഞ അതിന്റെ ഡെഫിനിഷൻ എന്താണ്, നമ്മളെ ബോഡിയിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസിന്റെയും എല്ലാ കെമിക്കൽ റിയാക്ഷൻസിന്റെയും സം ടോട്ടലിനെ നമ്മൾ എന്ത് വിളിക്കുക, മെറ്റബോളിസം എന്ന് പറയാം. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് എന്താവാം, ഇറ്റ് ക്യാൻ ബി എയ്തർ അനബോളിക് റിയാക്ഷൻ അല്ലെങ്കിൽ കാറ്റബോളിക് റിയാക്ഷൻ, രണ്ടും ഒരുമിച്ച്. അനബോളിക് റിയാക്ഷൻസും കാറ്റബോളിക് റിയാക്ഷൻസും എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തത്തിലാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുക, മെറ്റബോളിസം എന്ന് വിളിക്കുക. നോ നോൺ ലിവിങ് ഒബ്ജക്ട് എക്സിബിറ്റ് മെറ്റബോളിസം. മെറ്റബോളിക് റിയാക്ഷൻ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സെൽ ഫ്രീ സിസ്റ്റംസ്. ഓക്കെ. യൂഷ്വലി സെല്ലിനുള്ളിൽ സൈറ്റോപ്ലാസത്തിലാണല്ലോ നടക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈറ്റോപ്ലാസം ഇസ് ദ മെയിൻ അറേന ഓഫ് സെല്ലുലാർ കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ളൊരു സെന്റൻസ് പഠിപ്പിച്ചതായി ഞാൻ ഓർക്കുന്നു. ഉണ്ട്. അപ്പോ സെൽ ഫ്രീ സിസ്റ്റത്തിൽ
സിസ്റ്റത്തിലാണ് അല്ല സെൽ ഫ്രീ സിസ്റ്റം അതാണ് ഈ സെൽ ഫ്രീ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യൂഷ്വലി സൈറ്റോപ്ലാസം എവിടെ ഉണ്ടാവുക, സെല്ലിന്റെ ഉള്ളിൽ. അപ്പൊ ഇങ്ങനത്തെ കെമിക്കൽ റിയാക്ഷൻസ് സെൽ ഫ്രീ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള ഇതിൽ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. An isolated metabolic reaction outside the body of an organism performed in a test tube is neither living nor non-living. അങ്ങനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ നമ്മൾക്ക് ലിവിങ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, നോൺ ലിവിങ് റിയാക്ഷൻ എന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് നെയ്തർ ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ്. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഇനി അവര് ലിവിങ് റിയാക്ഷൻ ആണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവരൊരു ലിവിങ് സിസ്റ്റത്തിൽ നടന്നാലേ നമുക്ക് അതിനെ മെറ്റബോളിസം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താണ് ലിവിങ് റിയാക്ഷൻസ് ഇൻ ലിവിങ് സിസ്റ്റം ആണ് എന്ത്, മെറ്റബോളിക് റിയാക്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒന്നോ രണ്ടോ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ ബോഡിയിൽ നടക്കുന്ന ആയിരക്കണക്കിന് റിയാക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, മെറ്റബോളിസം ഇസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം വിത്തൗട്ട് എക്സെപ്ഷൻ. മെറ്റബോളിസത്തിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഒരു ഡിഫൈനിങ് ഫീച്ചർ ആണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളിങ്ങനെ പുറത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഇത്രയും നമ്മളൊരു ലിവിങ് ഓർഗാനിസത്തിൽ നടക്കണ അതേപോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് നമുക്ക് എക്സിബിറ്റ് ചെയ്യാനോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ഒരു ഡിഫൈനിങ് ഫീച്ചർ എന്ന് വിളിക്കാം. പിന്നെ എന്താ പറഞ്ഞ, ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ നോട്ട് ലിവിങ് തിങ്സ് ബട്ട് ലിവിങ് റിയാക്ഷൻസ്. ഓക്കെ, ഹെൻസ് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഇസ് ഡിഫൈനിങ് ഫീച്ചർ ലൈഫ് ഫോംസ്. അതുപോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു മെറ്റബോളിസം പറഞ്ഞു. പിന്നെ എന്താ ഉള്ളത്, സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്താണ്, അതും ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. സെൽസും ഓർഗനൽസും അതിന്റെ അറേഞ്ച്മെന്റും അതിന്റെ ഫംഗ്ഷനൊക്കെ ഒരിക്കലും ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പൊ എന്താണ്, സെല്ലുലാർ ഓർഗനൈസേഷനും ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം ആണ്. അടുത്തത് എന്താണ്, the most obvious and technically complicated feature of living organism is the ability to sense their surrounding or environment and response to their environmental stimuli, which could be physical, chemical, biological. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ഫീച്ചറാണ് എന്ത്, നമ്മൾ എൻവയോൺമെന്റ് സെൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റെസ്പോൺസ്, ഒരു സ്റ്റിമുലൈനുള്ള റെസ്പോൺസ് കൊടുക്കുക. എന്തായിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ, ബയോളജിക്കൽ ആയിക്കോട്ടെ. അങ്ങനെ ഒരു എൻവയോൺമെന്റ് സ്റ്റിമുലൈനായിട്ട് റെസ്പോണ്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് എന്താണ്, നമ്മളെ ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന ഒരു എബിലിറ്റിയാണ്. We sense our environment through our sense organs. Plant responds to external factors like light, water, temperature, other organisms, pollutants, etc. അതുകൊണ്ട് എന്താണ്, ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന ഒരു ഫീച്ചറാണ് അത്, റെസ്പോൺസീവ്നെസ് അല്ലെ. ഓൾ ഓർഗാനിസംസ് ഫ്രം ദ പ്രൊകാരിയോട്ട് ടു ദ മോസ്റ്റ് കോംപ്ലക്സ് യൂകാരിയോട്ട് ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു എൻവയോൺമെന്റൽ ക്യൂസ്. അതായത് കുഞ്ഞി മോസ്റ്റ് ഏറ്റവും എന്താ പറയാ, ഏറ്റവും ചെറിയ ഫോം മുതലുള്ള, അതായത് നമ്മൾ പ്രോകാരിയോട്സ് തുടങ്ങിയിട്ടുള്ള മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് യൂകാരിയോട്സിന് വരെ എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെന്റിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. Photoperiod affect the reproduction in seasonal breeders, both plants and animals. All organisms handle chemical entering their bodies. All organisms therefore are aware of their surroundings. അല്ലെ, ഇപ്പോ നമ്മൾ ചോദിക്കണം പ്ലാന്റിന് അങ്ങനെ റെസ്പോൺസ് ഇതാക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഫോട്ടോ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു amount ഓഫ് ലൈറ്റ് എത്ര ടൈം ഇതിന് കിട്ടുന്നുള്ളതാണ് ഫോട്ടോ പീരിയഡ് എന്ന് പറഞ്ഞാല്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അത് എഫക്ട് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സീസണൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അതും എന്താണ്, ഒരു എൻവയോൺമെന്റൽ സ്റ്റിമുലൈനുള്ള ഒരു റെസ്പോൺസ് ആണ്. അപ്പൊ പ്ലാന്റ്സിലും ഇത്തരം റെസ്പോൺസ് ഉണ്ട്. പ്ലാന്റ് വാട്ടറിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻസിൽ അല്ലെങ്കിൽ അനിമൽസിൽ മാത്രമല്ല പ്ലാന്റ്സിലും ഇത് കാണിക്കുന്നുണ്ട്. പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്, ലിവിങ് ഓർഗാനിസം മൊത്തത്തിൽ എടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്സ് തൊട്ട് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് യൂകാരിയോട്സ് വരെ റെസ്പോണ്ട് ചെയ്യണം നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ പ്ലാന്റും റെസ്പോണ്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ ക്ലിയർ ആയി എന്ത്, ലിവിങ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെന്റൽ സ്റ്റിമുലൈന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, ഒരു പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിപ്പോ ഫിസിക്കൽ ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ, ബയോളജിക്കൽ ആയിക്കോട്ടെ, എന്തൊരു സ്റ്റിമുലൈന്
റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് എൻവയോൺമെന്റ് സെൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്തുണ്ട് ലിവിങ് ഓർഗാനിസത്തിനുണ്ട്. നമ്മൾ ഇത്തരം എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഹ്യൂമൻ being is the only organism who is aware of himself, that has self consciousness. ബട്ട് നമ്മളെ പറ്റി തന്നെ ഒരു ബോധം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പറ്റി തന്നെ മനസ്സിലാവണം, നമ്മളെ പറ്റി തന്നെ ഒരു ബോധം കാര്യങ്ങളൊക്കെ ഉള്ളത് ആർക്കാണ്? ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ്. അപ്പൊ സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത് ആർക്കാണ്? ഹ്യൂമൻസിന് മാത്രമാണ്. പക്ഷെ എന്താണ്? കോൺഷ്യസ്നെസ് therefore became the defining property of living organism. കോൺഷ്യസ്നെസ് എന്താണ്? ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. അതൊരിക്കലും നോൺ ലിവിങ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? എക്സിബിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞു? അപ്പൊ ഇവിടെ ഇത് ഗ്രോത്ത് പറയും. ഗ്രോത്ത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? അല്ല. അല്ല. ഓക്കെ, ഇത് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? അല്ല. ആണ് അല്ലേ? ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? ക്യാരക്ടറിസ്റ്റിക് ആണ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? അല്ല. അല്ല. ആ ആ ആ ഓക്കെ. ആ ആ കാരണം നമ്മൾ പറഞ്ഞ മ്യൂളിലും വർക്കബീസിനും മനസ്സിലായി. ഓക്കെ മെറ്റബോളിസം എന്താണ്? ആണ്. മെറ്റബോളിസം ഒരു റീപ്രൊഡക്ഷൻ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് അല്ലെ? പിന്നെ ഇതെന്താണ്? ഇതാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? ആണ്. ആണ് അല്ലെ? ലാസ്റ്റ് വൺ എന്താണ്? കോൺഷ്യസ്നെസ്. കോൺഷ്യസ് കോൺഷ്യസ്നെസ് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? ആണ്. ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. എന്താണ് ലിവിങ്, അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ്ങിന് ലിവിങ്ങിൽ വരുന്ന ഫീച്ചേഴ്സ് എന്താണ്, ഡിഫറൻസസ് എന്താണ്, ഇനി ആ ഫീച്ചേഴ്സിലല്ല അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്കിൽ തന്നെ ഡിഫൈനിങ് ഏതാണ്, നോൺ ഡിഫൈനിങ് ഏതാണെന്നൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് മുതലാണ് എന്ത് നിങ്ങളുടെ NCERT കൊടുത്തിട്ടുള്ളത് അല്ലെ? ആ ഓക്കെ, അപ്പൊ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു റൂമിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഓർഗാനിസം കാര്യങ്ങളൊന്നും ഇരിക്കൂല. എന്ത് ചെയ്യാം? നമ്മളിപ്പോ ഒരു വീട് മൊത്തമായിട്ട് നോക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വില്ലേജ് നോക്കി, പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഡിസ്ട്രിക്റ്റ് നോക്കി, അങ്ങനെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഏരിയ കൂട്ടി 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 പോണതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഓർഗാനിസംസിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പൊ അതാണ് അപ്പൊ എന്താണ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചുറ്റും ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, മൈക്രോബ്സ് ഉണ്ട്, ഫംഗൈ, അത് ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇല്ലേ? Different kinds of organisms. There are different kinds of organism around us. There are different kinds of organisms around us. ഈ ഓർഗാനിസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓർഗാനിസം അറൌണ്ട് അസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മൾ സ്പീഷീസ് എന്ന് വിളിക്കും. നമ്മളെ ചുറ്റും ഒരുപാട് ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മളെ ചുറ്റും ഒരു കാറ്റ്, ഡോഗ്, ഇതൊക്കെ ഒരു സ്പീഷീസ് ആണ്. ഇപ്പൊ പ്ലാന്റിൽ തന്നെ പല ടൈപ്പ് സ്പീഷീസ് ഉണ്ട്. എന്തൊരു സാധനം ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓർഗാനിസത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്പീഷീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഏണസ്റ്റ് മേയറിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏണസ്റ്റ് മേയർ ആണ് എന്ത്? ഏണസ്റ്റ് മേയർ എന്താ ചെയ്ത്? സ്പീഷീസിന് ഒരു ഡെഫിനിഷൻ, ഒരു കറന്റ്ലി ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ കൊടുത്ത് സ്പീഷീസിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത് ആരാണ്? ഏണസ്റ്റ് മേയർ ആണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, അവര് റീപ്രൊഡ്യൂസ് ചെയ്യണം, തമ്മിൽ തമ്മിൽ ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ് ഉണ്ടാവണം. ദേ ഹാവ് ടു ബി റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഇരിക്കണം. റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ
ഇവിടെ ഒരു സ്പീഷീസ് 1 ഉണ്ട്, ഇവിടെ വേറെ ഏതൊരു സ്പീഷീസ് ഉണ്ട്, സ്പീഷീസ് 2. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്പീഷീസ് 1 മങ്കിയാ വിചാരിക്കും, മങ്കീൻ്റെ ഒരു സ്പീഷീസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാറ്റിൻ്റെ ഒരു സ്പീഷീസ് ഉണ്ട്. ഇവിടെ മങ്കി 1 ഉണ്ട്, മങ്കി 2 ഉണ്ട്, മങ്കി 3 ഉണ്ട്, മങ്കി 4 ഉണ്ട്. ഇവിടെ ക്യാറ്റ് 1 ഉണ്ട്, ക്യാറ്റ് 2 ഉണ്ട്, ക്യാറ്റ് 3 ഉണ്ട്, ക്യാറ്റ് 4 ഉണ്ട്. ഓക്കെ, ഇവർക്ക് തമ്മിൽ ഇതൊരു സ്പീഷീസ് ആണ്, ഇത് വേറൊരു സ്പീഷീസ് ആണ്. ഇവര് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പീഷീസ് 1ഉം സ്പീഷീസ് 2, അതായത് മങ്കിയും കാറ്റും തമ്മിൽ മേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് മങ്കി 1ഉം മങ്കി 2ഉം മേറ്റ് ചെയ്യാം, മങ്കി 2ഉം മങ്കി 3ഉം മേറ്റ് ചെയ്യാം, മങ്കി 3ഉം. അതായത് അവരുടെ എന്തിന്റെ ഇടയിലാണോ, ഏതൊരു ഗ്രൂപ്പിന്റെ ഇടയിലാണോ ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ബ്രീഡ് ചെയ്തിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ് ഉണ്ടാവാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പീഷീസ് എന്ന് വിളിക്കുക. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഗ്രൂപ്പാണ്. അവർക്ക് ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റണം, തമ്മിൽ തമ്മിൽ ബ്രീഡ് ചെയ്യാൻ പറ്റണം. തമ്മിൽ തമ്മിൽ ബ്രീഡ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ഉണ്ടാവണം അവിടെ, എന്ത് ഓഫ് സ്പ്രിങ് ഉണ്ടാവണം. fertile offspring. വെരി ഗുഡ്. ബ്രീഡ് ചെയ്താൽ മാത്രം പോരാ, എന്തുണ്ടാവണം, ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ് ഉണ്ടാവണം. അതാണ് ഏണസ്റ്റ് മേയർ കൊടുത്ത സ്പീഷീസിന്റെ എന്ത് ഡെഫിനിഷൻ. ഇപ്പോ ഇന്ന് നമ്മൾ ഒരുപാട് സ്പീഷീസിനെ കണ്ടുപിടിച്ച് ഇനി ഒരുപാട് സ്പീഷീസ് കണ്ടുപിടിക്കാത്തതുണ്ട്. ആസ് ഇഫ് നൗ എന്താണ്, നമ്പർ ഓഫ് സ്പീഷീസ് ദാറ്റ് ആർ നോൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആർ റേഞ്ച്ഡ് ബിറ്റ്വീൻ 1.7 to 1.8 മില്യൺ ആണ്. എത്രയാണ് ഇതുവരെ കണ്ടുപിടിച്ച് സ്പീഷീസ് ആട്ടോ ഞാൻ പറയുന്നത്, ഓർഗാനിസംസ് അല്ല, സ്പീഷീസ്. ഒരു ഓർഗാനിസത്തിൽ തന്നെ എന്തുണ്ടാവും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അനിമൽസ് എന്ന് പറയുന്നത്, അനിമൽസ് കുറച്ച് ഓർഗാനിസംസ് ആണ്. അതിൽ തന്നെ കാറ്റ് ഒരു സ്പീഷീസ് ആണ്, ഡോഗ് ഒരു സ്പീഷീസ് ആണ്, അല്ലേ? അങ്ങനെ സ്പീഷീസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് അറൗണ്ട് us. സ്പീഷീസിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞ ഇന്റർബ്രീഡ് ചെയ്യണം, റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്, ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്ങിന് ഉണ്ടാക്കണം, അങ്ങനെ ഇത്രയും ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സ്പീഷീസ്. അങ്ങനത്തെ കറന്റ്ലി 1.7 to 1.8 മില്യൺ സ്പീഷീസിന് എന്താണ് ടുഡേ നോൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആണ്. ഇന്നെന്താണ് 1.7 to 1.8 മില്യൺ സ്പീഷീസ് നോൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആണ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാത്ത എത്രയോ എണ്ണം എന്തുണ്ടായിരിക്കും, ബാക്കി ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങളെ ബയോഡൈവേഴ്സിറ്റിയിലേറ്റ് അതിൻ്റെ ഒരു റേഞ്ച് പറയണ്ട്. ഇനിയും 30 മില്യണോ 70 മില്യണോ അങ്ങനെ എന്തൊരു കണക്കുണ്ടായില്ലേനു, കണ്ടുപിടിക്കാൻ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എവിടെ, നിങ്ങളല്ലേ ബയോഡൈവേഴ്സിറ്റി പഠിച്ച ആൾക്കാർ, എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ? ഉണ്ട്. അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് സ്പീഷീസ് ഇനിയും ഡിസ്കവർ ചെയ്യാനുണ്ട്. നമ്മൾ സയന്റിസ്റ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് ഇഫ് നൗ എന്താണ് 1.7 to 1.8 മില്യൺ സ്പീഷീസിനെയാണ് എന്ത് നോൺ ആൻഡ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് സ്പീഷീസിനെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ കുറേ സ്പീഷീസിനെ കണ്ടുപിടിച്ച് അല്ലേ, കുറെ ഡോഗ്സ് ഉണ്ട്, കുറെ കാറ്റ്സ് ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ഒരു സ്കൂളിൽ കുറെ കുട്ടികളുണ്ട്, എത്ര 4th, 5th, 6th, 7th പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട്. ഇവർ നമ്മളെല്ലാരും കൂടി ഒരു ക്ലാസ്സിൽ കൊടുന്നിരുത്തി, ഒരു വലിയൊരു ഓഡിറ്റോറിയം ഹാളിൽ കൊടുന്നിരുത്തിയിട്ട് ഇവർക്ക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. ഒരു 6th സ്റ്റാൻഡേർഡ് കുട്ടി പഠിക്കേണ്ട കാര്യമല്ല, 7th പഠിക്കേണ്ട കുട്ടി. 7th പഠിക്കുന്ന കുട്ടി കുറച്ചും കൂടി ഹയർ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഹയർ ആയിട്ട് ചിന്തിക്കണം. 7th പഠിക്കുന്ന കുട്ടി പഠിക്കേണ്ട കാര്യങ്ങളല്ല 8th പഠിക്കുന്ന കുട്ടി. അപ്പൊ നമ്മൾ ഇതിനെന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഈ സ്പീഷീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത്, നമ്മളിപ്പോ നോൺ ആൻഡ് ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. അതായത് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ ഇവർക്ക് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ് ഒരു റൂം നമ്പർ
എക്സ് ഉണ്ട് റൂം നമ്പർ, വൈ ഉണ്ട് റൂം നമ്പർ, സെഡ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 6th സ്റ്റാൻഡേർഡിലുള്ള എല്ലാ കുട്ടികളും എക്സ് റൂം നമ്പർക്ക് പോകണം, 7th വൈയിലേക്ക് പോകണം, 8th സെഡിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ് അവിടെ നടന്നത്. അപ്പോൾ നമുക്കറിയാം എക്സിലുള്ളത് 6th കുട്ടികൾ മാത്രം. അപ്പം നമ്മൾ ആ റേഞ്ചിൽ ക്ലാസ് എടുത്താൽ മതി. വൈ എന്നുള്ള ക്ലാസ് റൂമിലുള്ള 7th സെഡ് എന്നുള്ള ക്ലാസ് റൂമിലുള്ളത് 8th കുട്ടികളാണ് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ റേഞ്ചിൽ ക്ലാസ് എടുത്താൽ മതി. ഇവരെല്ലാവരെയും ഒരുമിച്ചൊരു ക്ലാസ്സിൽ കൊടുത്തിട്ട് ഇവർക്ക് ഒരുമിച്ച് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളവരെന്ത് ചെയ്ത് കൺവീനിയൻറ്റ് കാറ്റഗറീസിലാക്കും. കൺവീനിയൻറ്റ് കാറ്റഗറീസിലാക്കും. ഓക്കെ, അതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ അപ്പം അങ്ങനെ നമ്മൾ ഇവരെ കൺവീനിയൻറ്റ് കാറ്റഗറീസിലാക്കി വിചാരിക്കുക. പിന്നെ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ക്യാറ്റ്, നമുക്കറിയാം പൂച്ച എന്താണ്, ക്യാറ്റാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട്, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മലയാളത്തിൽ പൂച്ച, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല വിചാരിക്കുക. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, പുറത്ത് പഠിച്ച് വന്നൊരു കുട്ടിയാണ്. അതേപോലെ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇവരുടെ അടുത്ത് പോയി നമ്മൾ പൂച്ച എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് പൂച്ചനെ പറ്റിയിട്ടാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, ഓ എനിക്ക് ഇതേപോലത്തെ ഒരു സംഭവത്തിന് അറിയാം. ഈ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് നമ്മളെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതേപോലത്തെ ഒരു ഇനി പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് എനിക്കൊരു ഓർഗാനിസത്തിന് അറിയാം, പക്ഷെ ഞങ്ങൾ അതിനെ ബില്ലി എന്നാണ് വിളിക്കുക. അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു, ഈ സ്റ്റേറ്റ്സ് എന്ന് വന്ന US വന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ അതിന് കാറ്റ് എന്നാ വിളിക്കല്. അപ്പോൾ സംഭവം നമ്മൾ 3 ടീമും പറയുന്നത് ഒറ്റ സംഭവത്തിനെ പറ്റിയിട്ടാണ്, എന്താണ്, പൂച്ചനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ കാറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ അത് എല്ലാവരും ഒരേപോലെ, ഇപ്പൊ നമ്മള് കാറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പൂച്ച എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ സയന്റിസ്റ്റ് പറഞ്ഞ എന്താണ്, നമ്മളൊരു പേരിടണം, ഒരു നെയിമിങ് വേണം. ഈ ഒരു ഓർഗാനിസം ഈ ഒരു സ്റ്റാൻഡേർഡ് നെയിമിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഏത് നാട്ടിൽ പോയിട്ട് ഏത് രാജ്യത്ത് പോയിട്ട് കാറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു നെയിം പറഞ്ഞാൽ എന്താണ്, അത് അറിഞ്ഞിരിക്കണം. ആ നെയിമിലിരിക്കണം, അത് എല്ലായിടത്തും അറിഞ്ഞിരിക്കണം. ലോക്കൽ നെയിം ഉണ്ടാവും, അതല്ലാതെ എന്താണ്, അതിനൊരു സയന്റിഫിക് എന്ത് വേണം, നെയിം വേണം എന്ന് ആര് പറഞ്ഞു, സയന്റിസ്റ്റ് പറഞ്ഞു. അങ്ങനെ കുറെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്ത് ഇവര് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ളൊരു സംഭവം കൊടുന്ന്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വിത്ത് 2 നെയിംസ്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാ നമുക്കറിയാം, നോമിയൽ എന്ന് പറഞ്ഞാൽ നെയിമാണ്, നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിംഗ്. ഓക്കെ, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വിത്ത് 2 നെയിംസ്, അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ഇതിന്റെ എന്താ പറയാ, എയിം എന്താന്ന് വെച്ചാല് വൺ ഓർഗാനിസം, ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, ഒരു പട്ടിയോ പൂച്ചയോ റാറ്റോ എന്തായിക്കോട്ടെ, വൺ ഓർഗാനിസം ഷുഡ് ഹാവ് എന്താണ്, എ സിംഗിൾ സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം. ഒരു ഓർഗാനിസത്തിന് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം വേണം. അതിപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോയി ഈ പേര് പറഞ്ഞാലും ഇത് ഈ ഓർഗാനിസം ആണെന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നെയിം ഇപ്പം ഇപ്പോൾ എൻ്റെ പേര്, അപ്പം നമ്മളെ പേര് വെച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പേരിട്ട്, ആ ഒരു പേര് നമ്മൾ ഒരു എങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരും നിങ്ങൾക്ക്, നമ്മളിപ്പോൾ ഒരു ഓർഗാനിസത്തിന് XY എന്ന് പേരിട്ട്, ഇത് US പോയിട്ട് UK പോയിട്ട് XY ഒരു ടോയ് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ ടോയിന് നമ്മൾ XY എന്ന് പേരിട്ടത്. UK പോയി, ഇന്ത്യയിൽ പോയി, ഏത് രാജ്യത്ത് പോയിട്ടും, അല്ലെങ്കിൽ സ്പെയിനിൽ പോയി, ഏത് രാജ്യത്ത് പോയിട്ടും XY എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണം നമ്മൾ ഈ ടോയ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെ പോയി പറഞ്ഞാലും ഈ സെയിം ഓർഗാനിസം ഇരിക്കണം, അവരും നമ്മളൊക്കെ എന്ത് ചെയ്യണത്, ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, വൺ ഓർഗാനിസം ഷുഡ് ഹാവ് എ സിംഗിൾ സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം, അത് എവിടെ പോയാലും. അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊടുക്കുന്നത് അറിയോ? ഏത് സയന്റിസ്റ്റ് ആണ് സയന്റിസ്റ്റ് ബിഹൈൻഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? കേട്ടില്ല. പോളിനി കാരോലസ്
ലിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കൊടുക്കുന്നത്. സ്പെല്ലിങ് തെറ്റിയില്ലേ? AEUS കറക്റ്റ്. കാർലസ് ലിനേസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇയാള് കുറച്ച് എന്ത് പറഞ്ഞു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഇന്ന സംഭവങ്ങൾ അതിന് ഉണ്ടാവണം, ഇന്ന സംഭവങ്ങൾ അതിന് ഉണ്ടാവരുത് എന്നുള്ള കുറച്ച് റൂൾസ് പറഞ്ഞു ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ. നമുക്കത് നോക്കാം, എന്തൊക്കെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റൂൾ എന്താന്ന് വെച്ചാല് 2 കോമ്പണൻസ് ഉണ്ടായിരിക്കണം. നെയിമിന് എന്തുണ്ടായിരിക്കണം? 2 കോമ്പണൻസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് 2 കോമ്പണൻസ്? ഒരു ജീനസ് നെയിമും വേണം, ഒരു സ്പീഷീസ് നെയിമും വേണം. ഓക്കെ, ഒരു ജീനസ് നെയിമും വേണം, ഒരു സ്പീഷീസ് നെയിമും വേണം. 2 കോമ്പണന്റ് ഉണ്ടാവണം. ഫസ്റ്റ് പാർട്ടാണ് ജീനസ് നെയിം. ഓക്കെ, അപ്പൊ നമ്മളെ ഒരു ഓർഗാനിസം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് റിയ ബഷീർ എന്നാണ് വിചാരിക്കുക. എൻ്റെ പേര് റിയ ബഷീർ എന്നാണ്. ഓക്കെ, അതിൽ ഇതായിരിക്കണം ജീനസ്, ഇതായിരിക്കണം സ്പീഷീസ്. ഫസ്റ്റ് പാർട്ട് കറസ്പോണ്ട് ടു ജീനസ് നെയിം ആൻഡ് സെക്കൻഡ് പാർട്ട് കറസ്പോണ്ട് ടു എന്താണ് സ്പീഷീസ് നെയിം. രണ്ട് കോമ്പണന്റ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കണം? ജീനസ് ആയിരിക്കണം. സെക്കൻഡ് പാർട്ട് എന്തായിരിക്കണം? സ്പീഷീസ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്താന്ന് വെച്ചാല് എന്താണ് ലാറ്റിൻ ലാംഗ്വേജ് എന്നായിരിക്കണം എന്ത് ഈ നെയിംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം ആ നെയിംസ്. എന്ത് ലാംഗ്വേജിലായിരിക്കണം? ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം. മാത്രല്ല എന്താണ് അത് ഇറ്റാലിക്സിലായിരിക്കണം എന്ത് എഴുതിയിട്ടുണ്ടാവുക. ഇറ്റാലിക്സിലായിരിക്കണം എഴുതിയിട്ടുണ്ടാവുക. ലാറ്റിൻ ലാംഗ്വേജിൽ ഇരിക്കണം ആ വേർഡ് എടുത്തിട്ടുണ്ടാവുക. എഴുതുമ്പോൾ ഇറ്റാലിക്സിൽ എഴുതണം. ലാറ്റിൻ ലാംഗ്വേജ് എടുക്കാൻ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ലാറ്റിൻ ലാംഗ്വേജ് ഒരു ഡെഡ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഇപ്പൊ ആരും അത് യൂസ് ചെയ്യണില്ല, പ്രത്യേകിച്ച് അതിൽ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ലാറ്റിൻ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പൊ ലാറ്റിൻ ലാംഗ്വേജിൽ ഇരിക്കണം, ഇറ്റാലിക്സിൽ ഇരിക്കണം എന്ത് എഴുതിയിട്ടുണ്ടാവുക. ഫസ്റ്റ് പാർട്ട് ജീനസ്, സെക്കൻഡ് പാർട്ട് സ്പീഷീസ് പറഞ്ഞു. പിന്നെ ഈ നമ്മൾ ഇത് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഈ ഒരു പേര് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഇപ്പൊ റിയ ബഷീർ എന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. സ്പീഷീസ് നെയിം എന്ത് ചെയ്യണം? സ്മോൾ ലെറ്ററിൽ. ജീനസ് ക്യാപിറ്റലാണ്, കണ്ട 6 ക്യാപിറ്റലാണ്. ഇവിടെ ഞാൻ പറഞ്ഞ 6ആണ് ജീനസ്, സോറി റിയ എന്നുള്ളതാണ് ജീനസ്, ബഷീർ എന്നുള്ളതാണ് സ്പീഷീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ക്യാപിറ്റലായിട്ട് തുടങ്ങണം. സ്പീഷീസ് നെയിം എന്തായിരിക്കും തുടങ്ങണം? സ്മോൾ ആയിട്ട് തുടങ്ങണം. അതാണ് അടുത്ത റൂള്. എന്താണ്? ഇഫ് ഹാൻഡ് റിട്ടൺ അല്ല വെൻ ഹാൻഡ് റിട്ടൺ നമ്മൾ എന്താ പറഞ്ഞ ജീനസ് എന്തായിരിക്കണം? ജീനസ് നെയിം ക്യാപിറ്റലില് സ്റ്റാർട്ട് ചെയ്യണം. സ്പീഷീസ് നെയിം എന്ത് ചെയ്യണം? സ്മോൾ ലെറ്ററിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. നാലാമത്തെ എന്താണ്? ഹാൻഡ് റിട്ടൺ. നമ്മളിത് കൈയേറ്റ് എഴുതാണ്. നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ ബോത്ത് ജീനസ് ആൻഡ് സ്പീഷീസ് എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ജീനസ് വേറെയും ജീനസും സ്പീഷീസും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മാംഗോന്റെ സയന്റിഫിക് നെയിമാണ് എന്ത്? മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, ഇവിടെ നമ്മള്
നമ്മൾ നോക്കാം, നമ്മളെല്ലാതും സാറ്റിസ്ഫൈ ചെയ്തിക്കണോ നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? 2 കോമ്പണൻസ്. ഇതാണ് എന്ത്? ഇത് ജീനസ് അല്ലേ? ആൻജിഫറ എന്നുള്ള ജീനസ് പാർട്ടും ഇത് സ്പീഷീസ് പാർട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ അല്ലെ ലാറ്റിൻ ലാംഗ്വേജ് എന്നാണ് എടുത്തുക്കണത്. എഴുതുമ്പോൾ പ്രിന്റ് ചെയ്യും, ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ലാറ്റിൻ ലാംഗ്വേജ് ആണ്. മാൻജിഫറയും ഇൻഡിക്കയും ലാറ്റിൻ ലാംഗ്വേജ് ആണ്. അപ്പൊ അതൊക്കെ ജീനസ് ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യണം, എം ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്ത് സ്പീഷീസ് സ്മോളിൽ സ്റ്റാർട്ട് ചെയ്യണം, ഐ സ്മോളിൽ സ്റ്റാർട്ട് ചെയ്ത്. ഇതൊക്കെ ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ ബോത്ത് ജീനസ് ആൻഡ് സ്പീഷീസ് സെപ്പറേറ്റ്ലി നമ്മൾ കണ്ട അണ്ടർലൈൻ ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയാസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഇതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾ. എന്തൊക്കെയാണ്? 2 കോമ്പണൻസ് ഉണ്ടാവണം, വേർഡ്സ് എടുക്കുന്നത് ലാറ്റിൻ ലാംഗ്വേജ് എന്നായിരിക്കണം, ജീനസ് ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്പീഷീസ് സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ രണ്ടും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം, പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ഇതുവരെ ഓക്കെ ആണോ? ആ ഉം. ഇനി ഞാൻ ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആണ്, മാംഗോ. കുറേ ഉണ്ട്. ഇപ്പൊ നമ്മൾ തുടങ്ങിയത് ക്യാറ്റ് വെച്ചിട്ടാണ്. എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു ഫെലിസ് ഡൊമസ്റ്റിക്ക ആണോ? ആർക്കെങ്കിലും അറിയോ? ഫെലിസ് ഡൊമസ്റ്റിക്ക ആണ് ക്യാറ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റ് ആണോ എനിക്കറിയില്ല, വേണ്ട, ഞാൻ നോക്കിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഡോഗ് എന്തോ കാനിസോ അങ്ങനെ എന്തോ അല്ലേ? കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മാംഗോന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കും, മാൻജിഫറ ഇൻഡിക്ക. ഇത്രയും ഇത് നമ്മൾ ഫോളോ ചെയ്താൽ മതി. നമ്മൾ എന്ത് പേര് എഴുതുമ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. 2 പാർട്ട് ഉണ്ടായിരിക്കണം. പാന്തറ ലിയോ, ടൈഗർ അല്ല, ലയൺ. പാന്തറ ലിയോ, അതെനിക്ക് ഓർമ്മയുണ്ട്. ലയൺ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? പാന്തറ ലിയോ. ഓക്കെ, ഇത് ജീനസ്, ഇത് സ്പീഷീസ്. ലിയോ സ്പീഷീസ്, ഇവിടെ ക്യാപിറ്റൽ, ഇവിടെ സ്മോള്. പിന്നെ ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഇതുവരെ ഓക്കെ ആണോ? ആ ഉം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? തോന്നിയ പോലെ ഒരു ഓർഗാനിസത്തിന് കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? നെയിം ചെയ്യാൻ പറ്റൂല. അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഓർഗനൈസേഷൻസ് ഉണ്ട്. ഉം. അതായത് സയന്റിഫിക് നെയിംസ് ചില അഗ്രീഡ് പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയയും വെച്ചിട്ടൊക്കെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിനും ആനിമൽസിനും സെപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആനിമൽസിന്റെ ഓർഗനൈസേഷൻ ആണ് ICZN. അറിയോ ഫുൾ ഫോം? ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ സോളജിക്കൽ ഇന്റർനാഷണൽ കോഡാണ് കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇതാണ് ആനിമൽസിന്റെ എന്ത് ചെയ്യാൻ പറ്റാം? നെയിം ചെയ്യുമ്പോഴുള്ള ഓർഗനൈസേഷൻ. അതേപോലെ പ്ലാന്റ്സിനൊന്നുണ്ട്, അതാണ് ICBN. അതെന്തായിരിക്കും? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനിമൽസിലാകുമ്പോൾ കോഡ് ഓഫും പ്ലാന്റ്സിലാകുമ്പോൾ കോഡ് ഫോറുമാണ്. ഓക്കെ, ICZN ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട്, ഐ മീൻ പ്രീവിയസിൽ കണ്ടിട്ടില്ല തോന്നുന്നു, പക്ഷെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ഇടുന്നു. കോഡ് ഫോർ സുവോളജിക്കൽ ഇടും, അപ്പൊ ഇത് തെറ്റാണ്. അതേപോലെ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ് അനിമൽസിന്. ഇത് അനിമൽസിന്. ഇപ്പൊ ഇവരുടെ ക്രൈറ്റീരിയയും പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഒരു പുതിയ പ്ലാന്റ് കിട്ടുമ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ വെച്ചിട്ടാണ് തന്നെ നെയിം ചെയ്യുക.
ഇത് പ്ലാന്റ്സിന്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ആ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയ കുറെ സ്പീഷീസ് നമ്മൾ കണ്ടുപിടിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഇസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അല്ലേ? ഇപ്പൊ നമ്മള് ഒരു കാട്ടു പോയിട്ട് നമ്മൾ 4 കാലുള്ള കുറേ സംഭവങ്ങളെ കണ്ടുപിടിച്ച്. 4 കാലുള്ള മാമറി ഗ്ലാൻഡ് ഉള്ള, പിന്നെ പുറത്ത് ഹെയേഴ്സ് ഉള്ള കുറച്ച് ഓർഗാനിസത്തിന് കിട്ടി. അപ്പൊ അവരൊക്കെ കൂടി നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും? എന്തിനടിയിൽ പ്ലേസ് ചെയ്യും? 4 ലിംസ് ഉള്ള ആരാണ്? പറയ്, കറക്റ്റ് ആണ്. അല്ലേ? മാമൽസിന്റെ അടിയിൽ പ്ലേസ് ചെയ്യും അല്ലെ? അപ്പൊ അതില് നമ്മൾ പിടിച്ചുവിടുന്ന സ്പീഷീസിൽ കാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, മങ്കി ഉണ്ട്, ചിമ്പാൻസി ഉണ്ട്, കുറച്ച് ഹ്യൂമൻസിനെ നമുക്ക് ആ കാട്ടിന്ന് കിട്ടി. ഓക്കെ, ഇത്രയും ആൾക്കാർ നമ്മൾ കൊടുക്കുന്നത്, ഇതൊക്കെ മാമൽസിന്റെ അടിയിലാണ് വരുന്നത് അല്ലെ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ബൈ വിച്ച് anything is grouped into convenient categories based on എന്താണ്? ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഓർഗാനിസത്തിനെ കൺവീനിയൻറ്റ് കാറ്റഗറീസിലാക്കണേനാണ് നമ്മൾ എന്താ പറയുക? ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മളിപ്പോൾ ഇവരെ കൊടുന്ന് ക്ലാസിഫൈ ചെയ്തത് മാമലിൻ്റെ അടിയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞു മാമലിൻ്റെ അടിയിൽ തന്നെ ആരൊക്കെ ഉണ്ട്? നമ്മൾ കുറേ ഇപ്പം അതിൽ തന്നെ കാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, മങ്കി ഉണ്ട്, ഹ്യൂമൺ ഉണ്ട്, പിന്നെ അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, കാറ്റ്, ഡോഗ്, മങ്കിയും ഹ്യൂമണും ഒക്കെ മാമലാണെന്ന് അറിയാം. പക്ഷെ ഇവരൊക്കെ നമുക്ക് ഇനി കാറ്റ് കുറെ കാറ്റ്സിനെ നമ്മൾ കൊടുക്കണം. അവരെ നമ്മൾ കാറ്റ്സ് ആയിട്ട് വേറെ ക്ലാസിഫൈ ചെയ്യണം, ഡോഗ്സിനെ ഡോഗ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, മങ്കിനെ മങ്കീസ് ആയിട്ടും ഹ്യൂമണിനെ ഹ്യൂമൻസ് ആയിട്ടൊക്കെ പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വേറെ വേറെ ക്ലാസിഫൈ ചെയ്യണം. ഇവരൊക്കെ മാമൽസ് ആണെങ്കിൽ കൂടെ എന്ത് ചെയ്യണം? ഇവരെ കാറ്റ്സിനെ മാത്രം ഒരു സ്ഥലത്ത് നിർത്തണം, ഡോഗ്സിനെ മാത്രം ഒരു സ്ഥലത്ത് നിർത്തണം, അതേപോലെ മങ്കീസിനെയും ഹ്യൂമൻസിനെയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറെ വേറെ കാറ്റഗറിയിലേക്ക് വെക്കണം അല്ലെ? അപ്പോൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? കുറച്ച് സംഭവങ്ങൾ, കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പറയാം. ആദ്യം നമ്മൾ ക്യാരക്ടേഴ്സ് നോക്കും. ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ കാട്ടുപോയി ക്യാരക്ടേഴ്സ് നോക്കി, നമ്മൾ നോക്കിയ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? 4 ലിംബ് ഉണ്ട് നോക്കി, മാമറി ഗ്ലാൻഡ് ഉണ്ട് നോക്കി, പിന്നെന്താണ്, ഹെയർസ് ഉണ്ട് നോക്കി. അതാണ് നമ്മൾ നോക്കിയ ക്യാരക്ടേഴ്സ്. അത് വെച്ച് നമ്മൾ കുറച്ച് ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്ത്, ഈ കാറ്റിനെയും ഡോഗിനെയും മങ്കിനെയും ഹ്യൂമണിനും ഒക്കെ നമ്മൾ കാട്ടുന്ന ഐഡന്റിഫൈ ചെയ്ത്. ഇനി നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവരെന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്തു. കാറ്റിനെ കാറ്റായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ വെക്കും, ഡോഗിനെ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ വെക്കും, ഡിപ്പാർട്ട്മെന്റല്ല കാറ്റഗറിയിൽ വെക്കും, പിന്നെ ഹ്യൂമൻസിനെ മങ്കിനെ അതേപോലെ സെപ്പറേറ്റ് സ്ഥലത്ത് വെക്കും അല്ലെ? അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? പേര് കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോമൻക്ലേച്ചർ ചെയ്യും. നമ്മൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് കുറച്ച് സംഭവത്തിനെ കണ്ടുപിടിച്ച് അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവരെ ക്ലാസിഫൈ ചെയ്ത് നോമൻക്ലേച്ചർ ചെയ്ത്. ഈ മൊത്തം സംഭവത്തിന് നമ്മൾ എന്ത് പറയാ? അതായത് ഈ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കാം?
ഈ മൊത്തം പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ടാക്സോണമി എന്ന് വിളിക്കാം. ടാക്സോണമി എന്ന് വിളിക്കാം. അപ്പൊ നോക്ക്, കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. മാമൽസ് ആണ്, ഇവരൊക്കെ മാമൽസ് ആണ്. ഇത് ഒരു ലെവല്. പിന്നെ നമ്മൾ ഇവരൊക്കെ എന്ത് ചെയ്ത്, കാറ്റ്സ് മാമൽസ് ആണ്. നമ്മൾ കാറ്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, കാറ്റ്സിൽ തന്നെ പല ടൈപ്പ് കാറ്റ് ഉണ്ടാവും. അവർ നമ്മൾ പിന്നെയും പല, എന്താ പറയാ, ജീനസ് വ്യത്യാസമെല്ലാം ഉണ്ടാവും, സ്പീഷീസ് വ്യത്യാസമെല്ലാം ഉണ്ടാവും. അങ്ങനെ ഫൈനസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ഇതാണ് എന്ത്, സ്പീഷീസ്. ഏറ്റവും മേലെ തുടങ്ങുന്നത് കിങ്ഡം വെച്ചിട്ടാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ കിങ്ഡം പോട്ടെ, നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? മാമൽസ്. മാമൽസ് എന്താണ്, ഒരു ഫൈലം അല്ലേ? ആ അതിൻ്റെ അടിയിൽ നമ്മൾ എന്താണ്, ഈ ഫൈലത്തിന്റെ അടിയിൽ നമ്മൾ എന്താണ്, ഒരു ഫാമിലി, ഡിഫറെന്റ് ഫാമിലി ഓഫ് കാറ്റ്സ് നമ്മൾ പഠിച്ച്. ഡിഫറെന്റ് ഫാമിലി ഓഫ് കാറ്റ്സ്, നമുക്ക് ഡിഫറെന്റ് ജീനസ് ഓഫ് കാറ്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത്, ഡിഫറെന്റ് ജീനസ് നമ്മൾ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് കാറ്റ്സിനെ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ച്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മൊത്തം വന്നത് മാമൽസ് എന്നുള്ള, ഇവിടുന്നാണ് മാമൽസ് എന്നുള്ള ഫൈലം വന്ന് കാറ്റിന്റെ ഫാമിലിന്റെ ഫെലിസ് 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 കാറ്റിന്റെ, ഒരു മിനിറ്റ്. സോറി, ഫൈലം അല്ലല്ലോ മാമല്. ഫൈലം ഏതാണ്? ഫെലിഡേ. ഫൈലം കോർഡേറ്റ് അല്ലേ? ഫൈലം കോർഡേറ്റയില് ക്ലാസ് ആണ് മാമല്. അത് കഴിഞ്ഞിട്ട് ഫാമിലി വരും, ഫാമിലി ഫെലീഡ്. അതിൻ്റെ ഇടയിൽ കുറെ ഡിവിഷൻ ഉണ്ട്, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ജീനസ് ഫെലിസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഡൊമസ്റ്റിക്കയാണ് സ്പീഷീസ്, ഡൊമസ്റ്റിക്ക, ഫെലിസ് ഡൊമസ്റ്റിക്ക. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഇതേപോലെ നമുക്ക് എല്ലാത്തിനെയും, നമ്മൾ ഡോഗിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പിന്നെ മങ്കിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊത്തം നമ്മൾ ക്യാരക്ടേഴ്സ് വെച്ച് കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് നോമൻക്ലേച്ചർ. ഇപ്പൊ നോമൻക്ലേച്ചർ വെച്ച് നോക്കുമ്പോൾ എന്താണ് കണ്ട, ഫെലിസ് ഡൊമസ്റ്റിക്ക, ഇതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നുള്ളതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ജീനസും സ്പീഷീസും. അങ്ങനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ വരെ എത്തുക. ഓക്കെ, മേലെന്ന് തുടങ്ങുക, ക്യാരക്ടേഴ്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അവർ നോമൻക്ലേച്ചർക്ക് എത്തും. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ മൊത്തം പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ടാക്സോണമി എന്ന് വിളിക്കുക. പ്രോസസ് ഓഫ് ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. നിങ്ങൾ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാല് ഫൈലം, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഫൈലം ഒരു കാറ്റഗറിയാണ്, നമ്മൾ പറഞ്ഞ് കൺവീനിയന്റ് കാറ്റഗറീസ് ആക്കണമെന്ന്. ഫാമിലി ഒരു കാറ്റഗറിയാണ്, ജീനസ് ഒരു കാറ്റഗറിയാണ്, സ്പീഷീസും ഒരു കാറ്റഗറിയാണ്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ ടാക്സോണമിന്റെ ഒരു യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കാം? ടാക്സാന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടാക്സോൺ എന്ന് വിളിക്കാം. ടാക്സ എന്ന് പറഞ്ഞാല് പ്ലൂരൽ ആണ്, ടാക്സോൺ ആണ് സിംഗുലർ. അപ്പൊ ഫൈലം ഒരു ടാക്സോൺ ആണ്, ഫാമിലി ഒരു ടാക്സോൺ ആണ്, ജീനസ് ഒരു ടാക്സോൺ ആണ്, സ്പീഷീസ് ഒരു ടാക്സോൺ ആണ്. ഈ ടാക്സോണമിയിലുള്ള ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ് എന്ത്? ഫൈലം ഒരു ടാക്സോൺ ആണ്, ഫാമിലി ഒരു ടാക്സോൺ ആണെങ്കിൽ ഒരു കാറ്റഗറി ആണ്, ജീനസ് ഒരു ടാക്സോൺ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആണ്, സ്പീഷീസ് ഒരു ടാക്സോൺ ആണെങ്കിൽ കാറ്റഗറി ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഈ പറഞ്ഞത്? ആ അപ്പോ എന്താണ്, സ്പീഷീസും ഒരു ടാക്സോൺ ആണ്, ജീനസും ഒരു ടാക്സോൺ ആണ്. ഇതൊക്കെ സെപ്പറേറ്റ് ടാക്സോൺ ആണ്. ഇതൊക്കെ ടാക്സോണമിയിലുള്ള സെപ്പറേറ്റ് എന്താണ്, ടാക്സോൺ ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ്. അതിന് നമ്മൾ ടാക്സ അല്ലെങ്കിൽ ടാക്സോൺ എന്ന് പറയും. ടാക്സ എന്ന് പറയുമ്പോൾ സിംഗുലറും, അല്ല, ടാക്സ എന്ന് പറയുമ്പോൾ പ്ലൂരലും, ടാക്സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, പറയ്.
ടാക്സ് പറയുമ്പോ പ്ലൂരലും ടാക്സ് എന്ന് പറഞ്ഞ സിംഗുലറും. യൂണിറ്റ് ഓഫ് ടാക്സോണമി. ഓക്കെ, യൂണിറ്റ് ഓഫ് ടാക്സോണമി ഏതാണ്? ടാക്സ. ടാക്സ എന്ന് പറഞ്ഞാല് പ്ലൂരലാണ്. ടാക്സോൺ എന്ന് പറഞ്ഞാലാണ് എന്ത്? സിംഗുലർ. അപ്പൊ ഈ കാറ്റഗറീസ് ഒക്കെ ഓരോ ടാക്സോൺസ് ആണ്. ഏത് കിങ്ഡം ആയാലും ഫൈലം ആയാലും അതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ജസ്റ്റ് കാണണമെങ്കിൽ അവിടെ പറഞ്ഞുതരാം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതൊക്കെ എന്താണ്? ഓരോ ടാക്സോൺസ് ആണ്, അല്ലെങ്കിൽ ഓരോ കാറ്റഗറീസ് ആണ്. കിങ്ഡം ഒരു ടാക്സോൺ ആണ്, ഫൈലം ഒരു ടാക്സോൺ ആണെങ്കിൽ കാറ്റഗറി ആണ്. ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഒക്കെ എന്താണ്? ഓരോ കാറ്റഗറി അല്ലെങ്കിൽ എന്താണ്? ടാക്സോൺസ് ആണ്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. അപ്പോൾ സ്പീഷീസിൽ വരുന്ന സിമിലാരിറ്റീസും ഡിഫറൻസസും വെച്ച്, അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ വരുന്ന സിമിലാരിറ്റീസും ഡിഫറൻസസും വെച്ച് നമ്മൾ ഇവരെങ്ങനെ ഓരോ കാറ്റഗറീസും ടാക്സോൺസും ആക്കി എന്ത് ചെയ്യും? തിരിക്കും. ഇതുവരെ ഓക്കെ ആണോ? ആ അപ്പോ ടാക്സോണമി വരെ നമ്മൾ എന്ത് പറഞ്ഞു? ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്, ടാക്സോണമി സിസ്റ്റമാറ്റിക്സ്. അതാണ് ഇവിടെ മാറി മാറി യൂസ് ചെയ്യണ മാറി മാറി അല്ല, രണ്ടും സെപ്പറേറ്റ് ആണ്. എപ്പോഴും നിങ്ങൾ കേൾക്കണ രണ്ട് ടേംസ് ആയിരിക്കും, ടാക്സോണമി, രണ്ടാമത് സിസ്റ്റമാറ്റിക്സ്. ടാക്സോണമി നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എന്താണ്? പ്രോസസ് ഓഫ് അല്ല, ക്യാരക്ടറൈസേഷനും ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചർ ഒക്കെ ടാക്സോണമിയിലുള്ള ഡിഫറെന്റ് പ്രോസസ്സ് ആണ്. അപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിന് നമ്മൾ ക്യാരക്ടേഴ്സ് വെച്ച് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ നെയിം കൊടുക്കണ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാക്സോണമി വിളിക്കുന്നത്. ഇനി ഈ ടാക്സോണമിന്റെ കൂടെ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താന്ന് വെച്ചാൽ, ഈ ടാക്സോണമിന്റെ കൂടെ നമ്മൾ അവരുടെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി നോക്കുകയാണ്. ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ ഫൈലോജനി എന്ന് പറയും. ഇവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയും. അതായത് സിസ്റ്റമാറ്റിക് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ടാക്സോണമി എന്ന് പറയുമ്പോൾ എന്താണ്? അവർ നമ്മൾ കൺവീനിയന്റ് കാറ്റഗറീസിലാക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് പേരിടുന്നത് വരെ എന്ത് ചെയ്യുന്നുള്ളൂ? ടാക്സോണമിയിൽ പറയുന്നുള്ളൂ. സിസ്റ്റമാറ്റിക്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഓർഗാനിസംസ് തമ്മിൽ എന്തെങ്കിലും ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? അതായത് ടെക്സ്റ്റിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, നോയിങ് മോർ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം ആൻഡ് ദയർ ഡൈവേഴ്സിറ്റി ബട്ട് ആൾസോ റിലേഷൻഷിപ്പ് എമംഗ് ദം. അവരുടെ എന്താണ് ഡിഫറെന്റ് കൈൻഡ്സും ഡൈവേഴ്സിറ്റിയും അറിയണതിന്റെ കൂടെ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? എന്ത് റിലേഷൻഷിപ്പ്? ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നും കൂടി അറിയണ ബ്രാഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കുക? സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കുക. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. സിസ്റ്റമ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ് എന്നാണ് മീനിങ്. എന്താണ്? ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഓർഗാനിസത്തിന് കറക്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ് വെച്ച് അതിന്റെ കറക്റ്റ് സ്പീഷീസ് വരെ കൊടുന്നെത്തിക്കും. എവിടെയാണോ അത് റൈറ്റ് ആയിട്ട് ബിലോങ് ചെയ്തിട്ടുള്ളത് അവിടെ വരെ ഇങ്ങനെ ക്യാരക്ടേഴ്സും ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് സിസ്റ്റമ. ഇനി ഈ സിസ്റ്റമ എന്നുള്ള വേർഡ് ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാർലോസ് ലിനേസ് ഉണ്ട് അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, സിസ്റ്റമ നാച്ചുറി എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. സിസ്റ്റമ നാച്ചുറി എന്നുള്ള പബ്ലിക്കേഷൻ, ഇങ്ങനെ ബുക്ക് ഉണ്ട്. അതിലെന്താണ്
ഇതേപോലെ വേരിയസ് ഓർഗാനിസത്തിൻ്റെയും അവരുടെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യണത്. കാർലസ് ലിനേസിന്റെ സിസ്റ്റമാ നാച്ചുറ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അവിടെയും ഈ സിസ്റ്റമ എന്നുള്ള വേർഡ് വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? ഡൗട്ട് ഉള്ളത് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് വായിക്കും, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ശ്രദ്ധിക്കണേ, ഒരു സെക്കൻഡ്. ഓക്കെ, നോക്കണേ. ഇഫ് യു ലുക്ക് അറൌണ്ട് യു വിൽ സി എ ലാർജ് വെറൈറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്, ബി ഇറ്റ് പോട്ടഡ് പ്ലാന്റ്, ഇൻസെക്ട്, ബേർഡ്, യുവർ പെറ്റ് ഓർ അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ദർ ആർ ആൾസോ സെവറൽ ഓർഗാനിസംസ് that you cannot see with your naked eye, but they are all around you. അല്ലെ, മൈക്രോ ഓർഗാനിസംസ്. If you were to increase the area that you make observations, the range and variety of organisms that you see would increase. അല്ലെ, ഞാൻ പറഞ്ഞു നമ്മളൊരു റൂമിൽ കാണുന്ന പോലെയുള്ള ഒരു വീട്ടിന്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ കാണാം, പിന്നെ നമുക്ക് കുറച്ചും കൂടി ഓർഗാനിസത്തിന് കിട്ടും. അത് നമ്മളെ ഒരു വില്ലേജിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ വീടും ഒരു 3-4 വീട് കൂടി നമ്മൾ ആ ഒരു ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഓർഗാനിസത്തിന് കൂടും. അത് നമ്മളൊരു വില്ലേജ് എടുക്കുകയാണ്, പിന്നെ ഒരു ഡിസ്ട്രിക്ട് എടുക്കുകയാണ്, നമ്മളെ കൺട്രി എടുക്കുകയാണ്, അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ പിന്നെ നമ്മൾ കണ്ടുപിടിക്കണ ഓർഗാനിസത്തിന്റെ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും, കൂടി കൂടി പോകും. Obviously, if we were to visit a dense forest, you would probably see a much greater number and kinds of living organisms in it. അല്ലെ, each different kind of plant, animal or organism that you see represent a species. എന്താണ്, നമ്മൾ കാണുന്ന ഓരോ ഓർഗാനിസം ഒരു സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഏറ്റവും ലോവർ യൂണിറ്റ് ഓഫ് ടാക്സോണമിയാണ് എന്ത്, സ്പീഷീസ്. അപ്പൊ നമ്മൾ ഏതൊരു ഓർഗാനിസത്തിനെ കണ്ടാലും, നമ്മളൊരു പ്ലാന്റിനെ കണ്ട് അതൊരു സ്പീഷീസ് ആയിരിക്കും, വേറൊരു പ്ലാന്റിനെ കണ്ട് അത് വേറൊരു സ്പീഷീസ് ആയിരിക്കും. അങ്ങനെ എന്താണ്, ഈച്ച് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്, ആനിമൽ ആയിക്കോട്ടെ ഓർഗാനിസം ആയിക്കോട്ടെ, നമ്മൾ കാണുന്നതും ഒരു സ്പീഷീസിനെയാണ് റെപ്രസെന്റ് ചെയ്യണത്. ഇനി the number of species that are known and described range between 1.7 to 1.8 million. ഇതുവരെ കണ്ടതും ഡിസ്ക്രൈബ് ചെയ്തതും അല്ലെങ്കിൽ അറിഞ്ഞതും ഡിസ്ക്രൈബ് ചെയ്തതുമായ സ്പീഷീസ് എത്ര ഉണ്ട്, 1.7 to 1.8 million. ദിസ് റെഫേഴ്സ് ടു എന്താണ്, ബയോഡൈവേഴ്സിറ്റി ഓർ ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഓൺ എർത്ത്. നമ്പർ മാത്രമല്ല, നമ്പർ കൂടിയാൽ മാത്രമല്ല ടൈപ്പും കൂടെ കൂടണം. വെറൈറ്റി ഓഫ് ഓർഗാനിസം ഉണ്ടായിരിക്കണം, ഒരുപാട് നമ്പർ ഉണ്ടായിരിക്കണം. അതാണ് എന്ത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. We should remember that as we explore new areas, even older ones, new organisms are continuously being identified. നമ്മളൊരു പുതിയ ഏരിയ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പുതിയ ഓർഗാനിസത്തിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അതാ പറഞ്ഞത്, ഇതുവരെ കണ്ടതും അറിഞ്ഞതുമായതാണ് 1.7 to 1.8 മില്യൺ. നമ്മൾ കണ്ടുപിടിക്കാതെ കിടക്കണ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഇനി, as stated earlier, there are millions of plants and animals in the world. We know the plant and animal in our own area by their local names. These local names would vary from place to place. Even within a country, probably you would recognize the confusion that would be created if we did not find way and mean to talk to each other to refer to organisms we are talking about. നേരത്തെ ഞാൻ കാറ്റിന്റെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, നമ്മൾ പൂച്ച എന്ന് പറയുന്ന പോലെ പുറത്ത് നമ്മൾ US-ലോ UK-ലോ പോയി പൂച്ച എന്ന് പറഞ്ഞാൽ അവർക്ക് പൂച്ചയാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അവരുടെ ലോക്കൽ ലാംഗ്വേജ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതേപോലെ നമ്മൾ എല്ലാ സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് സംതിങ് പോസിബിൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം, അല്ലെ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓർഗാനിസത്തിന് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം. ആ നെയിം എവിടെ പറഞ്ഞാലും, ഇപ്പൊ ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് ഏത് രാജ്യത്ത് പോയി പറഞ്ഞാലും അത് കാറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം എന്ത് ചെയ്യണം, വരണം. ഓക്കെ, hence there is a need to standardize the naming of living organisms such that a particular organism is known by the same name all over the world. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ കാറ്റ് മാത്രം ഇരിക്കണം. ഓക്കെ, ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, കാറ്റ് മാത്രം ഇരിക്കണം. ആ ഓർഗാനിസം ആ ഒറ്റ പേരിൽ അറിയാൻ പാടുള്ളൂ, ആ ഒറ്റ പേരിൽ ആ ഓർഗാനിസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നാളൊരു ഡോഗിന് പോയിട്ട്
ഒരു സ്പീഷീസ് ഓഫ് ഡോഗിന് പോയിട്ട് നമുക്ക് ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പേരിടാൻ പറ്റൂല. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ കാറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാംഗോ ആയിരിക്കണം. വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് ആപ്പിളിന് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ദിസ് പ്രോസസ് is called എന്താണ് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിംഗ്. ഒബ്വിയസ്ലി നോമൻക്ലേച്ചർ ഓർ നെയിമിംഗ് is only possible when the organism is described correctly and we know to what organism the name is attached to. അല്ലെ, ആ ഓർഗാനിസം കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ്ഡ് ആയിരിക്കണം. എന്ത് ഓർഗാനിസത്തിനാണ് നമ്മൾ ഈ പേര് കൊടുക്കുന്നത് നമുക്കും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ദിസ് ഇസ് ഐഡന്റിഫിക്കേഷൻ അല്ലെ. ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ സ്റ്റഡി, number of scientists have established procedures to assign a scientific name to each organism. This is acceptable to biologists all over the world. For plants, scientific names are based on agreed principle and criteria which provides in ഏതാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ അഗ്രി ചെയ്യുന്ന പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയയും വെച്ചിട്ടാണ് ഒരു പ്ലാന്റിന് നെയിം ചെയ്യുക. അപ്പോൾ നാളെ നമ്മളൊരു പുതിയ പ്ലാന്റ് കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടമുള്ള പേര് അതിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചറിന്റെ പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയയും ഒക്കെ ഫോളോ ചെയ്തിട്ട് ഒരു പേര് നമുക്ക് നാളെ പ്ലാന്റിന് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആനിമൽസിന് ഏതാ ഉള്ളത്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഉണ്ട് ആർക്ക്? അനിമൽസിന്. ദ സയന്റിഫിക് നെയിംസ് എൻഷുർ ദാറ്റ് ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി വൺ നെയിം. എല്ലാ ഓർഗാനിസത്തിനും ഒരു നെയിമുള്ളൂ. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ കാറ്റ് ആണ്. Description of any organism should enable the people in any part of the world to arrive at the same name. They also ensure such that a name has not been used for any other non-organism. ഒരു ഓർഗാനിസത്തിന് ഒരു പേര്, ആ പേരിൽ ആ ഓർഗാനിസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഓർഗാനിസം ഉണ്ടാവാൻ പാടില്ല. ഒരു ഓർഗാനിസത്തിന് ഒന്നിൽ കൂടുതൽ പേരും ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് ക്രൈറ്റീരിയ നമ്മൾ മനസ്സിൽ വെക്കണം. ബയോളജിസ്റ്റ് ഫോളോ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ടു പ്രൊവൈഡ് സയന്റിഫിക് നെയിം ടു നോൺ ഓർഗാനിസംസ്. ഈച്ച് നെയിം ഹാസ് 2 കോമ്പണൻസ്. ഏതൊക്കെയാണ്? ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിതെറ്റും അല്ലെ. ദിസ് സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം വിത്ത് 2 കോമ്പണൻസ് ഈസ് കോൾഡ് എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ പറഞ്ഞാൽ 2 നെയിംസ്, ബൈ എന്ന് പറഞ്ഞാൽ 2, നോമിയൽ പറഞ്ഞാൽ നെയിം, നോമൻക്ലേച്ചർ പറഞ്ഞാൽ നെയിമിംഗ്. ദിസ് നെയിമിംഗ് സിസ്റ്റം ഗിവൺ ബൈ ആരാ കൊടുത്തത്? കാർലസ് ലിനേസ് ആണ്. ഒരു സെക്കൻഡ്. കാർലസ് ലിനേസ് ആണ് എന്ത് ഈ നെയിമിംഗ് സിസ്റ്റം കൊടുത്തത്. ഇന്ന് എന്താണ്? ഇറ്റ് ഈസ് ബീങ് പ്രാക്ടീസ്ഡ് ബൈ ബയോളജിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. ഇന്ന് മൊത്തം എല്ലാ വേൾഡിലുള്ള ബയോളജിസ്റ്റ് എന്താണ് ഈ നെയിമിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ദിസ് നെയിമിംഗ് സിസ്റ്റം യൂസിങ് എ 2 വേർഡ് ഫോർമാറ്റ് വാസ് ഫോൺ കൺവീനിയന്റ്. ഇത് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് എന്ത് ചെയ്ത് എല്ലാവർക്കും നോക്കി. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മൾ എന്താണ് എക്സാമ്പിൾ നോക്കുന്നത്? ഇവിടെ നോക്ക്, മാഞ്ചിഫറ ഇൻഡിക്ക. ഇതാണ് നമ്മൾ എടുത്ത എക്സാമ്പിൾ. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് ഒരു ഫസ്റ്റത്തെ ഒരു കുറച്ച് യൂണിവേഴ്സൽ റൂൾസ് ഉണ്ട് എന്ത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്. ഈ 4 ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ യൂണിവേഴ്സൽ റൂൾസ്. ഫസ്റ്റത്തെ റൂൾ എന്താണ്? ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ. ലാറ്റിനിലിരിക്കണം, എഴുതും ഇറ്റാലിക്സിൽ എഴുതണം. ദേ ആർ ലാറ്റിനൈസ്ഡ് ഇരിക്കണം, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ആയിരിക്കണം. ഒന്നെങ്കിൽ ലാറ്റിൻ നിന്ന് ഡിറൈവ് ചെയ്യണം, ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് ഡിറൈവ് ചെയ്ത് അവർ ലാറ്റിനൈസ്ഡ് ചെയ്യണം. അതായത് ലാറ്റിൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം, അത് മാറ്റണം. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഒറിജിൻ. ഏത് രാജ്യത്തു നിന്ന് ഉണ്ടായ പേരായാലും അത് എന്ത് ചെയ്യണം, ലാറ്റിനൈസ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് വേർഡ് ഇൻ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ് ദ ജീനസ് ആൻഡ് ദ സെക്കൻഡ് കോമ്പണന്റ് ഡിനോട്ട് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. സ്പെസിഫിക് എപ്പിത്തറ്റ് പറഞ്ഞാൽ സ്പീഷീസ്. ഫസ്റ്റ് വേർഡിന് നമ്മൾ ജീനസ് എന്ന് പറയും, സെക്കൻഡിന് നമ്മൾ എന്ത് പറയും, സ്പീഷീസ് എന്ന് പറയണം. ഇനി ബോത്ത് ദ വേർഡ്സ് ഇൻ എ ബയോളജിക്കൽ നെയിം ഹാൻഡ് റിട്ടൺ ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. നമ്മൾ ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. പ്രിന്റ് ചെയ്യും, ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ടു ഇൻഡിക്കേറ്റ് ദെയർ ലാറ്റിൻ ഒറിജിൻ. എന്താണ് ലാറ്റിൻ ഒറിജിൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. എന്താണ്, എഴുതുമ്പോൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം, പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ഇനി നാലാമത്തെ എന്താണ്? ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ട് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് വൈൽ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോൾ ലെറ്റർ. എന്താണ്, ഫസ്റ്റ് വേർഡ് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ജീനസ്
സ്പീഷീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ നോക്കിയ പോലെ ഇതൊക്കെ ഇവിടെ ഫോളോ ചെയ്തിരിക്കണം. നമ്മൾ നേരത്തെ നോക്കി എന്താണ്, മാഞ്ചിഫറ ഇൻഡിക്ക ലാറ്റിനൈസ്ഡ് ആണ്. ബയോളജിക്കൽ നെയിം ജീനസും സ്പീഷീസും 2 കോമ്പണൻസ് ഉണ്ട്. ഹാൻഡ് റിട്ടൺ ആയി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ജീനസ് എം ക്യാപിറ്റലാണ്, ഐ സ്മോൾ, ഇൻഡിക്കയുടെ ഐ സ്മോൾ ആണ്. അപ്പൊ ഈ 4 റൂൾസും ഫോളോ ചെയ്തിട്ട് നമ്മൾ മാഞ്ചിഫറ ഇൻഡിക്ക എന്നുള്ള ഈ എക്സാമ്പിളിലേക്ക് എത്തി. ഇതാണ് യൂണിവേഴ്സൽ റൂൾ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. കാർലോസ് ലിനേസ് കൊടുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ യൂണിവേഴ്സൽ റൂൾ. ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഓർഗാനിസത്തിനും എന്ത് ചെയ്യേണ്ടത്, നെയിം ചെയ്യേണ്ടത്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ആ, ഇനി ഒന്നും കൂടി ഉണ്ട്. അതായത് ഒരു റൂളും കൂടി, ഇത് വേണമെങ്കിൽ ഉള്ളൂ. നെയിം ഓഫ് ദ ഓതർ അപ്പിയർ ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. വേണമെങ്കിൽ നെയിം ഓഫ് ദ ഓതറിനെ അബ്രിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഷീസ് നെയിമിന്റെ ശേഷം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ബയോളജിക്കൽ നെയിം. ഇപ്പൊ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ, ഇത് ലിനേസ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ലിനേസിന്റെ അബ്രിവേറ്റ് ചെയ്ത് ലിൻ ഇവിടെ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് സ്പീഷീസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിനേസ്. ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്, ഈ സ്പീഷീസിനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ലിനേസ് ആണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കണ്ടുപിടിച്ച ആളുടെ പേര് അബ്രിവേറ്റ് ചെയ്തിട്ട് അതിന്റെ എൻഡിൽ കൊടുക്കുക. സിൻസ് ഇറ്റ് ഈസ് നിയർലി ഇംപോസിബിൾ ടു സ്റ്റഡി ഓൾ ലിവിങ് ഓർഗാനിസം, ഇറ്റ് ഈസ് നെസസറി ടു ഡിവൈസ് സം മീൻസ് ടു മേക്ക് ദിസ് പോസിബിൾ. ദിസ് പ്രോസസ് ഇസ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് എല്ലാ ഓർഗാനിസത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോന്നിനും എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ക്ലാസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇപ്പോ ഇവിടെ ഒരു വലിയൊരു ഏരിയ ഉണ്ട്. ഈ വലിയ ഏരിയയിൽ ഒരു 5 ക്യാറ്റ് ഉണ്ട്, ഒരു 8 ഡോഗ് ഉണ്ട്, ഒരു 4 മങ്കി ഉണ്ട്. ഈ 5 ക്യാറ്റിന് 8 ഡോഗിന് 4 മങ്കിന് നമ്മൾ സെപ്പറേറ്റ് ഇട്ട് പഠിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാറ്റിനെ മാത്രം സെപ്പറേറ്റ് പഠിക്കുക, ഡോഗ് എന്നുള്ളത് മാത്രം സെപ്പറേറ്റ് പഠിക്കുക, മങ്കി എന്നുള്ളത് മാത്രം സെപ്പറേറ്റ് പഠിക്കുക. അപ്പൊ പെട്ടെന്ന് പണി കഴിഞ്ഞു. 3 പ്രാവശ്യം പഠിച്ചാൽ മതി. മറ്റേത് 8ഉം 5ഉം 4ഉം എത്ര, ഇത് ഓരോന്നിനും സെപ്പറേറ്റ് പഠിക്കാന്ന് പറഞ്ഞാൽ എന്താണ്, നിയർലി ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തും, ക്ലാസിഫൈ ചെയ്ത് പഠിക്കണം. ക്ലാസിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഇസ് ഗ്രൂപ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. നമുക്ക് ഈസിലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ട് കൺവീനിയന്റ് കാറ്റഗറീസിലാക്കണേനാണ് നമ്മൾ എന്ത് പറയണത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. For example, we easily recognize groups such as plants or animals or dogs, cats or insects. The moment we use any of the terms, we associate certain characters with the organism in that group. What image do you see when you think of a dog? നമ്മളൊരു ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഡോഗാണ് വരിക, അല്ലാതെ ഒരു ക്യാറ്റ് വരില്ല അല്ലെ. ഒബ്വിയസ്ലി ഈച്ച് വൺ ഓഫ് us will see dogs and not cats അല്ലെ. Now, if we were to think of Alsatians, we know what we are talking about. Similarly, suppose we were to say mammals, you would of course think of animals with external ears, body, hair. Likewise, in plants, if we were talking of wheat, the picture in each of our mind will be of wheat plant, not of rice plant. അല്ലെ, നമ്മളൊരു സംഭവത്തെ നമ്മളെ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ എക്സാക്ട് പിക്ചർ വരും. ഇപ്പൊ എലഫന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് എലഫന്റിന്റെ രൂപം വരും, അല്ലാതെ ടൈഗറിന്റെ രൂപമല്ലല്ലോ വരിക. അപ്പൊ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഹെൻസ് ഓൾ ദിസ്, ഡോഗ്സ് ആയാലും കാറ്റ്സ് ആയാലും മാമൽ ആയാലും വീറ്റ്, റൈസ്, പ്ലാന്റ് എന്തോ ആയിക്കോട്ടെ, ആർ കൺവീനിയന്റ് കാറ്റഗറീസ്. അപ്പൊ ഇതൊക്കെ ഓരോ കൺവീനിയന്റ് കാറ്റഗറീസ് ആണ്. നമുക്ക് തന്നെ അറിയണ, നമുക്ക് തന്നെ എന്താ പറയാ, ക്ലാസിഫൈ ചെയ്യാൻ പറ്റണ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീച്ചേഴ്സ് അറിയണ, നമുക്ക് തന്നെ സിമിലാരിറ്റിയും ഡിഫറൻസ് നോക്കണ കൺവീനിയന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണെങ്കിൽ ഇവരൊക്കെ വി യൂസ് ടു സ്റ്റഡി ഓർഗാനിസം. The scientific term for this category is taxa. ഇതിന് ഓരോന്നിനും നമുക്ക് എന്തിന് കാറ്റഗറി എന്നുള്ളത് നമ്മൾ ജനറലി പറയുന്നതാണ്. ഞാൻ പറഞ്ഞ് ഫൈലം ആയാലും ജീനസ് ആയാലും സ്പീഷീസ് ആയാലും ഒക്കെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. ഇവരെ നമ്മൾ സയന്റിഫിക്കലി വിളിക്കുന്ന പേരാണ് എന്ത്, ടാക്സ. ഹിയർ യു മസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് ടാക്സ ക്യാൻ ഇൻഡിക്കേറ്റ് കാറ്റഗറി അറ്റ് എവറി ഡിഫറെന്റ് ലെവൽ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കാറ്റിന്റെ കേസ് പറയുമ്പോൾ മാമൽസ് എന്നുള്ളത് ഒരു ടാക്സയാണ്, അതിന്റെ സ്പീഷീസ് വേറൊരു ടാക്സയാണ്, അതിന്റെ ജീനസ് വേറൊരു ടാക്സയാണ്. ടാക്സ ക്യാൻ ബി കാറ്റഗറി അറ്റ് എനി ലെവൽ. ഏത് ലെവലിലുള്ള കാറ്റഗറീനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ടാക്സ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, therefore animals, mammals and dogs represent taxa at different level. നമുക്കറിയാം എന്താണ്, ഡോഗ് ഒരു മാമൽ ആണ്,
മാമൽസ്, ആനിമൽസ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ എന്താണ്, ടാക്സ അറ്റ് ഡിഫറെന്റ് ലെവൽസ് ആണ്. ഹെൻസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾ ലിവിങ് ഓർഗാനിസം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടാക്സ. അപ്പോൾ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട്, ഡിഫറെന്റ് ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഓർഗാനിസത്തിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ടാക്സിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, ടാക്സോണമി എന്ന് വിളിക്കുക. ഓക്കെ. External and internal structure along with the structure of cell development process, ecological information of the organisms are essential and form the basis of modern taxonomy category. ഈ സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞത്, external and internal structure along with structure of cell development process and ecological information of organism are essential and form the basis of modern taxonomic study. ക്വസ്റ്റ്യൻ ആണ് ആ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ. ഓക്കെ. പിന്നെ hence the characterization, identification, classification, nomenclature are the process that are basic to taxonomy. നമ്മൾ പറഞ്ഞ ടാക്സോണമിയിൽ വരുന്ന ഡിഫറെന്റ് പ്രോസസ് ആണ് ഏതൊക്കെ, ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഓക്കെ. Taxonomy is not something new. Human beings have always been interested in knowing more and more about the various kinds of organisms, particularly with reference to their own use. In early days, human beings needed to find source for their basic needs of food, clothing, shelter. Hence, the earliest classification were based on the uses of various organisms. അതായത് ഇപ്പോൾ നമ്മളങ്ങോട്ട് കാലം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ക്ലാസിഫിക്കേഷനിലും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഡെവലപ്മെന്റ് വരും. പണ്ട് നമുക്ക് ബേസിക് നീഡ് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഒക്കെ ഹ്യൂമൻ ബീങ്സ് വർ ഇൻ നീഡ് ഓഫ് ദിസ് തിങ്സ്. അപ്പോൾ അവർ ക്ലാസിഫിക്കേഷൻ അതിന്റെ ബേസ് ചെയ്തിട്ടിരുന്നു. അതായത് ഫുഡ് തരുന്ന ഓർഗാനിസം, ക്ലോത്തിങ് തരുന്ന ഓർഗാനിസം, ഷെൽട്ടർ അങ്ങനെ ബേസ് ചെയ്തിട്ടിരുന്നു പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ. ഇപ്പം എന്ത് ചെയ്തു, ഭയങ്കര ഡെവലപ്പ് ചെയ്ത് പുതിയ കുറെ കോൺസെപ്റ്റ്സ് വന്ന്, നമ്മൾ പറഞ്ഞ പോലെ ഇക്കോളജിക്കൽ ഇൻഫോർമേഷൻ, പിന്നെ അതേപോലെ എക്സ്റ്റേണൽ ഇന്റേണൽ ഫീച്ചേഴ്സ്, സെല്ലുലാർ ഓർഗനൈസേഷൻ ഒക്കെ വെച്ചിട്ടാണ് എന്ത്, മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് വെച്ച് നടക്കുന്നത്. ഓക്കെ. ഹ്യൂമൻ ബീങ്സ് വേർ സിൻസ് ലോങ് നോട്ട് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മോർ അബൌട്ട്. നേരത്തെ പറഞ്ഞത് ആ ക്ലാസിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ അതില്ലേ, അത് അതിന്റെ ഓർഡർ തന്നെയാണോ അങ്ങനെ? ആ അതായത് നമുക്ക് എന്താണ്, ക്യാരക്ടറൈസേഷൻ ചെയ്താലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസിഫൈ ചെയ്താലേ നോമൻക്ലേച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതിന്റെ തൊട്ട് മുന്നത്തെ പേജിൽ പറഞ്ഞ അതേപോലെ ഒന്നുമല്ലല്ലോ? തൊട്ട് മുന്നത്തെ പേജിൽ എന്താ പറയണേ? അല്ല, അതില് ഫസ്റ്റ് നോമൻക്ലേച്ചറിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ അത് വെച്ചിട്ടൊന്നുമല്ലല്ലോ? അല്ല 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 ഇത് അല്ല. ഓർഡർ തന്നെ അല്ലേ? ആ ആ. പിന്നെ പറഞ്ഞ ഹ്യൂമൻ ബീങ്സ് വേർ സിൻസ് ലോങ് നോട്ട് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മോർ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദ ഡൈവേഴ്സിറ്റി. നമ്മൾ എന്താണ്, പണ്ട് മുതലേ എന്താണ്, ഓർഗാനിസം അവർ ഡൈവേഴ്സിറ്റി മാത്രമല്ല സയന്റിസ്റ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നതും അവർക്ക് അറിയാൻ താല്പര്യമുള്ളതും, അതിൻ്റെ കൂടെ എന്താണ്, അവരുടെ റിലേഷൻഷിപ്പ്, അതായത് ഈ ഓർഗാനിസംസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, എന്തെങ്കിലും ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കൂടി അറിയാൻ അവർ ശ്രമിച്ചിരുന്ന അതിനുള്ള സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദിസ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വാസ് റെഫേർഡ് ടു എ സിസ്റ്റമാറ്റിക്സ്. അതായത് ടാക്സോണമിക് സ്റ്റഡീൻ്റെ കൂടെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടി വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും, സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കും. ദ വേർഡ് സിസ്റ്റമാറ്റിക് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സിസ്റ്റമ വിച്ച് മീൻസ് സിസ്റ്റമിക് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ സിസ്റ്റമിക് ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ സിസ്റ്റമിക് അറേഞ്ച്മെന്റ് ആണ് സിസ്റ്റമ എന്നുള്ള വേർഡിന്റെ മീനിങ്. ലിനേസ് യൂസ്ഡ് സിസ്റ്റമ നേച്ചർ ആസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ. ലിനേസിന്റെ ഒരു ബുക്കിന്റെ പേരാണ് എന്ത്, സിസ്റ്റമ നേച്ചർ. The scope of systematics was later enlarged to include identification, nomenclature, and classification. Systematics take into account evolutionary relationship between organisms. Systematics എന്താണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണത്, ഓർഗാനിസംസ് തമ്മിൽ ഇവരെങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടറൈസേഷൻ ചെയ്ത്
ഒക്കെ ചെയ്ത് ടാക്സോണമി, അതാണ് ടാക്സോണമി. ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കലാണ് എന്ത് സിസ്റ്റമാറ്റിക്സ് എന്നുള്ള ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ആ സിമ്പിൾ ആണ്, വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഞാൻ പറയുമ്പോൾ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇതുവരെ എടുത്തത്, ഹാഫ് ആൻ അവർ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു 15 മിനിറ്റ്സ് കൊണ്ട് സുഖമായിട്ട് തീരും, അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കൊണ്ട് സുഖമായിട്ട് തീരും. ഇതുവരെ എടുത്തത് വായിച്ചു നോക്കാം. നമ്മളിന്ന് അധികം ഒന്നും പറഞ്ഞിട്ടില്ല. വാട്ട് ഇസ് ലിവിങ് എന്നുള്ളത് പറഞ്ഞു, അതായത് ലിവിങ്ങും നോൺ ലിവിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, അതിൽ ഏതൊക്കെയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് ആണ്. ഒരുപാട് 1.7 to 1.8 മില്യൺ സ്പീഷീസിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണ്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും, എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെ നെയിം ചെയ്യും, ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതുവരെയുള്ളത് ടെക്സ്റ്റ് വായിക്കുക. ഇനി നാളെ എന്താണ്, ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ടാക്സോണമി കാറ്റഗറീസും, പിന്നെന്താണ് ടാക്സോണമിക് എയ്ഡ്സ്, അത് ആക്ച്വലി നിങ്ങൾക്ക് ഒഴിവാക്കിക്കണം, പക്ഷെ എന്നാൽ പോലും നമുക്ക് പറയാം. അതും കൂടി നാളത്തെ ക്ലാസ്, നാളത്തോടെ ചാപ്റ്റർ കഴിയും. ഇന്ന് ഇതുവരെ എടുത്തത് എന്ത് ചെയ്യാ, എന്തായാലും വായിക്കാം. ഓക്കെ.